ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, നബിയെ, ഇതിനേക്കാളും ഉഹദ് കഴിഞ്ഞപ്പോ ഇതിനേക്കാളും കഷ്ടപ്പാടുള്ള ഒരു കാലം അങ്ങേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ട് ആയിഷ ബീവി, എന്നെ ത്വായിഫുകാർ കല്ലെറിഞ്ഞ് ഓടിച്ച സമയം എന്ന് പറഞ്ഞു. ആരും വിശ്വസിച്ചില്ലല്ലോ. അദ്ദാസ് എന്ന് പറയുന്നൊരു ഇറാഖിലെ നീനവക്കാരനായ മഹാനായ പ്രവാചകർ യൂനുസ് ബിൻ മത്ത, യൂനുസ് നബിയുടെ നാട്ടുകാരനായ അദ്ദാസ് എന്ന ഒരു അടിമയല്ലാതെ, ഒരു വേലക്കാരനല്ലാതെ മറ്റാരും ത്വായിഫിലെ യാത്രയിൽ മനുഷ്യരിൽ വിശ്വസിച്ചിട്ടില്ല. ആ ത്വായിഫ് കഴിഞ്ഞ് വരുമ്പോഴാണ് ജിന്നുകൾ നബിയെ വിശ്വസിച്ചത്. മക്കയിൽ മസ്ജിദുൽ ജിന്നുണ്ട്, മസ്ജിദുൽ ജിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا. ഈ ആയത്തുകൾ അവതരിക്കുന്നത് ത്വായിഫ് കഴിഞ്ഞ് വരുമ്പോഴാണ്. നബിയെ, മനുഷ്യർ അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമല്ലെങ്കിൽ എന്റെ ജിന്നുകളുടെ ലോകം അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ് നബിയെ. അതാണ് അല്ലാഹു പറയുന്നത്. മനുഷ്യരങ്ങയെ കല്ല് എടുത്തെറിഞ്ഞ് ഓടിച്ചതിൽ അങ്ങ് വിഷമിക്കരുത്. മനുഷ്യരെ പോലെ, എന്നാൽ മനുഷ്യരെക്കാളും എമ്പാടും എണ്ണങ്ങളുള്ള ജിന്ന് സമൂഹങ്ങൾ അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ആ യാത്ര കഴിഞ്ഞു വന്ന് അബൂ താലിബ് എന്നവർ മരിച്ചു കഴിഞ്ഞ ആ വർഷത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറഞ്ഞ ആ വർഷത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു 7 ആകാശങ്ങൾക്കപ്പുറവും കഴിഞ്ഞ് ലൗഹും മഹ്ഫൂളും ബഹറുൻ നൂറും കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹായും കഴിഞ്ഞ് സ്വർഗ നരകങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലാഹു തആല തെരഞ്ഞെടുത്ത പ്രത്യേകമായ ഒരു സ്ഥാനത്തേക്ക് ഹബീബിനെ കൊണ്ടുപോകുന്ന ആ ഒരു യാത്ര സംഭവിച്ചത് നബിക്ക് ഏറ്റവും വിഷമം വന്നൊരു സന്ദർഭത്തിൽ. فإن مع العسر يسرا إن مع العسر يسرا إن مع العسر يسرا. തീർച്ചയായും നബിയെ, ഒരു പ്രയാസത്തിന്റെ ശേഷം ഒരാശ്വാസം വരാനിരിക്കുന്നുണ്ട് നബിയെ. ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഒരു ആശ്വാസം വരും. അള്ളാഹു എന്നും ഒരാളെ പരീക്ഷിക്കില്ല, എന്നും അസുഖം അങ്ങനെ ഉണ്ടാവില്ല, എപ്പോഴും ദാരിദ്ര്യം അതുണ്ടാവില്ല. നബിയെ, ഓരോ പ്രയാസത്തിന്റെ ശേഷവും 2 ആശ്വാസങ്ങൾ അള്ളാഹു തരുമല്ലോ. മക്കക്കാർ അല്ലാഹുവിന്റെ റസൂലിനെ കൈവെടിഞ്ഞപ്പോ, ത്വായിഫുകാർ കൈവെടിഞ്ഞപ്പോ, അല്ലാഹുവിന്റെ നബിയെ, എന്റെ ജിന്ന് സമൂഹങ്ങളും എന്റെ ആകാശ ലോകത്തെ മലക്കുകളും 4 വിരല് വെക്കാനുള്ള സ്ഥലം പോലും ആകാശ ലോകത്തില്ല. ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദ്. സുജൂദ് ചെയ്യുന്നൊരു മലക്കില്ലാത്ത ഒരു പ്രദേശവും ആകാശ ലോകത്തില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളല്ലേ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മടിക്കുന്നത്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. എന്താണോ അല്ലാഹു കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ ഒരുക്കമായി നിൽക്കുന്ന മലാഖമാരുടെ ലോകത്തേക്കാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളെ അല്ലാഹു കൊണ്ടുപോകുന്നത്. വബിത്ത തർഖാ ഇലാ അൻ നിൽത മൻസിലതൻ من قاب قوسين لم تدرك ولم ترمي. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നബി തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത മുഅ്ജിസത്തുകൾ നോക്കിയാൽ 100 കണക്കിന് മുഅ്ജിസത്തുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് പരിശുദ്ധമായ ഖുർആനാണ്. ലോകാവസാനം വരെ നിൽക്കാൻ പോകുന്ന അല്ലാഹുവിന്റെ മുഅ്ജിസത്ത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധമായ ഇസ്റാഉം മിഅ്റാജുമാണ്. 2ാമത്തെ സ്ഥാനം ഇസ്റാഉനും മിഅ്റാജിനുമാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലുതേതാ? ഇസ്റാഉം മിഅ്റാജും. ഇസ്റാഇന്റെ രംഗം അല്ലാഹു സൂറത്തുൽ ഇസ്റാഇന്റെ ആദ്യ ഭാഗം പറയുന്നുവല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ സൂറത്തിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് അവസാനിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരോട് കൂടെയുണ്ട്, സൂക്ഷ്മതയുള്ളവരോട് കൂടെ അല്ലാഹുണ്ട്. വല്ലദീന ഹും മുഹ്സിനൂൻ, ഇഹ്സാൻ ചെയ്യുന്നവരോട് കൂടെയും അല്ലാഹുണ്ട്. അങ്ങനെ വന്നാൽ ഇന്നി ലാ തുഖാകും ലില്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവർ ഞാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ അഖ്ശാകും ലില്ലാഹ്, ഞാൻ പേടിക്കുന്ന പോലെ ആരും അല്ലാഹുവിനെ പേടിക്കുന്നില്ലെന്നും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഹ്സാൻ എന്നാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ വ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. അള്ളാഹുവിനെ കാണുന്ന പോലെ നീ ഇബാദത്ത് ചെയ്യണേ, നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുവല്ലോ. അങ്ങനെ ഇഹ്സാൻ ചെയ്തവരിൽ ഏറ്റവും വലിയ മുഹ്സിൻ അല്ലയോ മുത്ത് റസൂലുള്ളാഹ്. അങ്ങനത്തെ നബിയോടൊപ്പം അള്ളാഹു ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. നന്മ ചെയ്യുന്നവരോട് കൂടെയാണ് അല്ലാഹു, തഖ്വ ചെയ്യുന്നവരോട് കൂടെയാണ് അല്ലാഹു എന്നവസാനിച്ചിടത്താണ് സൂറത്തുൽ ഇസ്റാ ആരംഭിക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവാണ് അല്ലാഹുവിന്റെ അബ്ദിനെ കൊണ്ടുപോയത്. ആരാണ് അബ്ദ്? മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദിനെ കൊണ്ടുപോയി എവിടെന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. കഅബയുടെ മതാഫും അതിനനുബന്ധമായ പള്ളിയും. കഅബ അല്ലാഹുവിന്റെ പള്ളിയാണ്, കഅബക്ക് ചുറ്റുമുള്ള പള്ളി മസ്ജിദുൽ ഹറാം. കഅബ ഇൻക്ലൂസീവ്, കഅബ അടക്കം മസ്ജിദുൽ ഹറാം. അവിടെ നിന്നും നബിയെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? ഇലൽ മസ്ജിദിൽ അഖ്സാ, മസ്ജിദുൽ അഖ്സായിലേക്ക്. അറബിയിൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരമുള്ളതെന്നാണ്. അൽ അഖ്സ എന്ന് പറഞ്ഞാൽ ദ ഫാർദസ്റ്റ്, ഏറ്റവും ദൂരമുള്ളത് എന്ന വാക്കിന്റെ അർത്ഥം. അറബിയിൽ ആ പ്രയോഗം അന്ന് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളിക്ക് പേര് മസ്ജിദുൽ അഖ്സ അല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിതുയർത്തിയ പരിശുദ്ധമായ അഖ്സ പള്ളി നിലനിൽക്കുന്ന പ്രദേശത്തിന് ഖുദ്സും എന്നല്ല പറയാ, ഈലിയയിലാണ്. അന്ന് ഖുദ്സിന്റെ പേര് ഈലിയ എന്നാണ്. ഈലിയ അതാണ് പിന്നെ ഖുദ്സായി മാറിയത്, ജെറൂസലേം എന്നായി മാറിയത്. ദ ടെമ്പിൾ ഓഫ് സോളമൻ, മസ്ജിദ് സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പള്ളി. ജൂതന്മാർ ഇന്നും അതിനെ വിളിക്കുക ടെമ്പിൾ ഓഫ് സോളമൻ എന്നാണ്. സുലൈമാൻ നബിയുടെ ടെമ്പിൾ. ടെമ്പിൾ എന്ന് പറഞ്ഞ ആരാധനാ സ്ഥലം, ക്ഷേത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ടെമ്പിൾ ഓഫ് സോളമൻ. ഇംഗ്ലീഷിലൊക്കെ ഇപ്പോഴും അങ്ങനെ അറിയാം, ടെമ്പിൾ ഓഫ് സോളമൻ. മസ്ജിദുൽ അഖ്സാക്ക് ജൂതന്മാരുടെ പേരതാണ്, പക്ഷെ അല്ലാഹുവിന്റെ പേരാണ് അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരമുള്ളത്. ആ വാക്കിനൊരു പ്രത്യേകത ഉണ്ട്. പരിശുദ്ധമായ മക്കയിൽ നിന്ന് ജെറൂസലേമേക്കുള്ള റൂട്ട് നമ്മളൊന്ന് മാപ്പ് ശ്രദ്ധിക്കണം. ഒരു ഗൂഗിൾ എർത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മക്കയിൽ നിന്ന് മദീന വഴി വേണം ജെറൂസലേമിലേക്ക് പോവാൻ, മദീന വഴി വേണം പോകാൻ. അൽ അഖ്സ ഏറ്റവും ദൂരെയുള്ള പള്ളി, അൽ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ എന്ന് പറയരുതേ, അൽ മസ്ജിദുൽ അഖ്സ അങ്ങനെയാണ് പറയുന്നത്. അൽ മസ്ജിദുൽ സിഫത്ത് മൗസൂഫാണ്. അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ള പള്ളി. അതിന്റെ അർത്ഥം ഏറ്റവും ദൂരം എന്നതിന് കുറച്ചു ദൂരമുള്ള വേറെ ഒരു പള്ളി വരാനുണ്ട് എന്നതിന്റെ സൂചനയാണ്. ഏറ്റവും ദൂരം എന്ന് പറയുമ്പോൾ കുറച്ചു ദൂരമുള്ള വേറെ സ്ഥലം വേണ്ടേ?
കമ്പാരിറ്റീവ് വരുന്ന ഇത് സൂപ്പർലറ്റീവ് ആണ്. അൽ അഖ്സ, അവിടെ ഒരു കമ്പാരിറ്റീവ്, അത്ര ദൂരല്ല, പക്ഷെ ചെറിയ ദൂരമുള്ള വേറൊരു പള്ളി വരുന്നുണ്ട്. ആ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി. അങ്ങനെ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരം. ഇപ്പൊ ഇംഗ്ലീഷുകാർ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കും അല്ലെ, ഗൾഫ് രാജ്യങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് പറയും. മിഡിൽ ഈസ്റ്റ് എങ്ങനെ? യൂറോപ്പുകാരനത് മിഡിൽ ഈസ്റ്റ് ആണ്, അമേരിക്കക്കാരന് മിഡിൽ ഈസ്റ്റ് അല്ല. യൂറോപ്പുകാരൻ അവന്റെ കൊളോണിയലിസത്തിന്റെ കാലഘട്ടത്തിൽ അവരുടെ പേരാ നോർത്ത് ഈസ്റ്റും ഫാർ ഈസ്റ്റും മിഡിൽ ഈസ്റ്റും ഒക്കെ. അത് അവരുടെ നാട്ടിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് ആണ്, പിന്നെ ഫാർ ഈസ്റ്റ് ആണ് ജപ്പാൻ, അങ്ങനെ പോകും. എന്ന പോലെ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അതിന്റെ ഇടക്ക് കുറച്ചു ദൂരമുള്ള ഒരു പള്ളി മക്കയിൽ നിന്ന് വരുന്നുണ്ട്. ഉദ്ദേശം മക്കയിൽ നിന്ന് 500 കിലോമീറ്റർ, അവിടെ നിന്ന് ഒരു 800-1000 കിലോമീറ്ററിന്റെ ഉള്ളിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് മദീനയിലെ മസ്ജിദുൻ നബവി വരുന്നുണ്ട് എന്ന് അവിടെ തന്നെ അല്ലാഹു സൂചിപ്പിച്ചു. ഇലൽ മസ്ജിദിൽ അഖ്സ, ഏറ്റവും ദൂരമുള്ള പള്ളി, കുറച്ചു ദൂരമുള്ള പള്ളി വേറെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മേറാജിന്റെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയെ വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് മദീനയിൽ ഇറങ്ങി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്ന് റിവായത്തുകളിൽ കാണാൻ കഴിയും. ഹദീസിന്റെ റിവായത്തുകളിൽ മദീനയിൽ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ബറക്കത്തുണ്ടെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ ബറക്കത്ത് എത്രയാണ്? ആ പള്ളിക്ക് ചുറ്റും ബറക്കത്തുണ്ട്, പിന്നെ ആ പള്ളിന്റെ ബറക്കത്ത് എത്രയാ? അങ്ങനെ പറയില്ലേ? നാട്ടിലെത്തണ്ട, അതിന്റെ പരിസരങ്ങൾ എന്നെ ചുരുക്ക, പിന്നെ നാട്ടിലെത്തിയാലോ യാ അല്ലാഹ് എന്തായിരിക്കും? അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ, നബിയെ നമ്മളാ കൊണ്ടുപോയത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്, നബിയെ കാണിച്ചു കൊടുക്കാനാണ്. ലിനുരിയഹു, നാം കാണിച്ചു കൊടുക്കും. ആർക്ക്? അഷ്റഫുൽ ഖൽഖിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത്, എല്ലാ ദൃഷ്ടാന്തങ്ങളും അവിടെ കാണിച്ചില്ല, അതിൽ ചിലത് കാണിച്ചു കൊടുക്കാൻ. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിൽ നിന്ന്, ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ബുറാഖ് വാഹനത്തിൽ കയറി അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകാൻ മാത്രം കൊണ്ടുവന്ന വാഹനം. അതിന്റെ മുമ്പും പ്രവാചകന്മാർ ആ വാഹനത്തിൽ കയറിയിട്ടുണ്ട് എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയും. അമ്പിയാക്കന്മാർ സഞ്ചരിച്ചിട്ടുണ്ട്, എന്നാൽ അമ്പിയാക്കന്മാർക്കല്ലാതെ മറ്റാർക്കും അത് കൊടുക്കില്ല. അഷ്റഫുൽ ഖൽഖിന് വേണ്ടി യാത്ര ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അതിന് പ്രത്യേകമായ വസ്ത്രങ്ങൾ അണിയിച്ചിരുന്നു. പരിശുദ്ധമായ ബുറാഖ് വാഹനം അല്ലാഹു തആല മനോഹരമായ വസ്ത്രങ്ങൾ അണിയിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അലങ്കാരം നബിയുടെ മുമ്പ് യാത്ര ചെയ്ത ഒരു നബിമാർക്കും അല്ലാഹു കൊടുത്തിട്ടുമില്ല. അന്നൊന്നും ചെയ്യാത്ത ഒരു അലങ്കാരം മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്ന ഈ യാത്രയിൽ അഷ്റഫുൽ ഖൽഖിന് കൊണ്ടുവന്ന ബുറാഖ് അലങ്കരിക്കപ്പെട്ടിരുന്നു. സുയ്യിനത് കമാ ലം തുസയ്യൻ മിൻ ഖബൽ, മുമ്പൊന്നുമില്ലാത്ത ഭംഗി, ഡെക്കറേഷൻ. പരിശുദ്ധമായ ബുറാഖ് വാഹനത്തെ അല്ലാഹു അലങ്കരിച്ചു ഹബീബിനെ കൊണ്ടുപോകാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഉമ്മു ഹാനി ബീവിയുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലയോ അള്ളാഹുവിന്റെ മാലാഖമാർ ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ പോകണം, നമുക്ക് ഇങ്ങോട്ടാണ് കയറണം, വാഹനം കയറണം, യാത്ര പോവാണ്. ആ യാത്ര വളരെ വ്യക്തമായി ഖുർആനിന്റെ നസ്സ് കൊണ്ട് അല്ലാഹു സ്ഥാപിച്ചു. അതുകൊണ്ട് നബി തങ്ങളുടെ ശരീരം കൊണ്ടുപോയ ഒരു യാത്രയാണത്. അസ്റാ ബിഅബ്ദിഹി. ഇസ്രാ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ, ഇസ്രാ നബിക്ക് സംഭവിച്ചത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ ഫഖദ് കഫറ, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് ഉലമാ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, നബിക്ക് ഇസ്രാ സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം അല്ല. മിഅ്റാജ് ഒരാള് നിഷേധിച്ചാൽ അവൻ ഫാസിഖാണ്, തമ്മാടിയാണ്, ഗുരുതരമായി തെറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെന്നാണ്. കാരണം മിഅ്റാജിനെ അല്ലാഹു വ്യംഗ്യമായിട്ടാണ് സൂചിപ്പിച്ചത്, ഇസ്രാഇനെ വ്യക്തമായാണ് സൂചിപ്പിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന വ്യക്തമായ വചനങ്ങളിലൂടെ ഭൂമിയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ യാത്രയെ അല്ലാഹു വ്യക്തമായി പ്രതിപാദിച്ചു. അതുകൊണ്ട് ഇസ്രാഇനെ നിഷേധിച്ചാൽ ഇസ്ലാം നിന്ന് പുറത്തു പോകും. മിഅ്റാജ് അങ്ങനെ പറഞ്ഞില്ല. ثم دنا فتدلى سورة النجم فكان قاب قوسين أو أدنى. ആ കണ്ടത് അള്ളാഹുവിനെ കണ്ടതാണെന്നും അല്ല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതാണെന്നും മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്.
എന്തുകൊണ്ട് അല്ലാഹു ഇസ്രാഇനെ വ്യക്തമാക്കുകയും മിഅ്റാജിനെ വ്യക്തമാക്കാതിരിക്കുകയും ചെയ്തു? അതൊരു ചർച്ചയാണ്. എന്തേ അല്ലാഹു അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു മിഅ്റാജിന്റെ വിഷയം? അല്ലാഹു അങ്ങനെ പറഞ്ഞില്ല. മാ കദബൽ ഫുആദു മാ റആ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ്. മിഅ്റാജിന്റെ സംഭവത്തെ അല്ലാഹു വളരെ സംക്ഷിപ്തമാക്കി, വ്യംഗ്യമായി സൂചിപ്പിച്ചു. ഇസ്രാ വ്യക്തമാക്കി. എന്റെ കാരണം എന്നറിയോ? 40 ദിവസമെടുക്കുന്ന യാത്രയാ മക്കയിൽ നിന്ന് ഈലിയായിലേക്കുള്ള യാത്ര. മിനിമം 40 days. ആ യാത്രയാണ് അസ്റാ ബിഅബ്ദിഹി ലൈലൻ. ഇതുപോലെയുള്ളൊരു രാത്രിയിൽ രാവിന്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർത്തു. ഭൂമിയിൽ ഇത് നടക്കുമെങ്കിൽ, ഭൂമിയിൽ മനുഷ്യന്മാർക്കറിയുന്ന യാത്ര, 40 ദിവസമെടുക്കുന്ന യാത്ര അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് ഏതാനും സെക്കൻഡുകളെ കൊണ്ട് അള്ളാഹു നടത്തി എന്ന് പറഞ്ഞ് നിനക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ, പിന്നെ അള്ളാഹുവിന്റെ ആകാശ ലോകങ്ങളിലേക്കുള്ള യാത്ര വിശ്വസിക്കാൻ നിനക്കെന്ത് പ്രയാസം വേണം? അത് അതിലേറെ എളുപ്പമല്ലേ? ദുന്യാവിലെ വിഷയം നീ വിശ്വസിച്ചില്ലേ, പിന്നെ എന്താ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്കുള്ള യാത്ര? അതുകൊണ്ടാണ് അള്ളാഹു വിശദീകരിക്കാതെ പോയത്. ദുന്യാവിലെ വിഷയം വിശദീകരിച്ചിരുന്നാൽ തന്നെ ധാരാളമല്ലേ? ഇവിടെ ചെയ്ത യാത്ര വ്യക്തമാണ്. ആ യാത്ര ബിഅബ്ദിഹി, ശരീരം കൊണ്ടും റൂഹും കൊണ്ടുമുള്ള യാത്ര. ഉറക്കത്തിലല്ല, ഉണർവിലാണ് പോകുന്നത്. ആ പോകുന്ന പോക്കിലാണ് കണ്ടത് ഒരുപാട് ആളുകൾ പെട്ടെന്ന് കൃഷി ചെയ്യുന്നു, ഉടനെ കൊയ്തെടുക്കുന്നു. ആരാണ് ജിബ്രീലേ ഈ ചെയ്യുന്നത്? നബിയേ ഹുമുശ് ശുഹദാ, അല്ലാഹുവിന് വേണ്ടി ജീവൻ ത്യജിച്ച ശുഹദാക്കളാണ് നബിയേ. അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് അങ്ങ് കാണുന്നതെന്ന് പരിശുദ്ധ ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബ് അവിടെ ശുദ്ധിയാക്കിയിട്ടുണ്ട്, സംസം കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പോകുന്ന പോക്കിൽ യാത്രക്ക് ഒരുങ്ങണ്ടേ? നമ്മൾ പെട്ടി കിട്ടാന്നൊക്കെ പറയില്ലേ, ആ ഒരുക്കം. ഫമലഅഹു ഈമാനം വഹിക്മ. നബി തങ്ങളുടെ ലഗേജ് എന്ന് പറയുന്നത് ഈമാനും ഹിക്മത്തുമാണ്. കൂട്ടുകാരാണ് ജിബ്രീൽ അലൈഹിസ്സലാം. വാഹനം ഏതാണ്? ബുറാഖ്. മദ്ദു ബസരിഹി, എവിടെയാണോ അതിന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് അതിന്റെ കാലെത്തുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആ യാത്ര അവസാനിക്കുന്നത് പരിശുദ്ധമായ ഈലിയായിൽ. മഹാനായ ഈസ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടത് എവിടെയോ ആ നാട്ടിൽ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം എക്സോഡസ് കഴിഞ്ഞ്, ആ കടൽ പിളർന്ന സംഭവം കഴിഞ്ഞ് ജെറൂസലേമിലേക്ക് കയറി വന്ന ഇടമേതോ? മൂസ നബി എനിക്ക് വഫാത്താകാൻ ഒരിടം വേണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചത് എവിടെയോ ആ സ്ഥലത്തേക്ക്. ദാവൂദ് നബിയും സുലൈമാൻ നബിയും വന്നത് എവിടെയോ ആ നാട്ടിലേക്ക്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്നത്തെ ഇസ്രായേലിന്റെ അധികാരത്തിൽ കിടക്കുന്ന ഹിബ്രോണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ അന്നത്തെ ഖലീൽ, ഇന്നും ഖലീൽ എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷുകാരൻ ഹിബ്രോൺ എന്ന് വിളിക്കുന്ന, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിടക്കുന്നത്. അവിടെയാണ് സാറ ബീവി ഉള്ളത്. അവിടെയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഉള്ളത്. ഈ അമ്പിയാക്കന്മാരുള്ള നാട്ടിലേക്കാണ് അഷ്റഫുൽ ഖൽഖിനെ അല്ലാഹു കൊണ്ടുപോകുന്നത്. നബി തങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും മസ്ജിദുൽ അഖ്സ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ, വഫാത്തായി പോയ അമ്പിയാക്കന്മാർക്ക് മുഴുവനും രണ്ടാമതൊരു പുനർജന്മം മസ്ജിദുൽ അഖ്സയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ മഅമൂമിങ്ങളായി നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു ജീവൻ കൊടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതാണ് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അത്ഭുതം. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നത് തന്നെയാണ് മുഅ്ജിസത്ത്. അതിനെയാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. മാ യഅ്ജിസുൽ ഖൽഖ്, സൃഷ്ടികൾക്ക് കഴിയൂല. അല്ലാഹുവിന്റെ മദദില്ലാതെ അമ്പിയാക്കന്മാർക്ക് പോലും കഴിയില്ല. അങ്ങനത്തെ മുഅ്ജിസത്തുകൾ അല്ലാഹു തആല ഹബീബിന് കൊടുത്തതിൽ മഹാമുഅ്ജിസത്താണ് പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ്. അതുകൊണ്ട് നമുക്ക് സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് അതിന്റെ സയൻസ് വശം ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി. മൂസ നബി അലൈഹിസ്സലാം, പരിശുദ്ധമായ മൂസ നബി അവരുടെ പരിശുദ്ധമായ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹ്. നബിയാക്കന്മാരെ നിസ്കരിക്കുക ഖബറിന്റെ ഉള്ളിലെ ഇബാദത്തിലാണ്, ആനന്ദത്തിലാണ്. ആ മൂസ നബി നബിയോടുകൂടെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ വന്നിട്ടുണ്ട്.
മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ എനിക്കറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ കസീബിൽ അഹ്മരി, ആ ചുവന്ന മണൽ തിണ്ണയുടെ കൂനയുടെ അരികത്ത് മൂസ നബിയുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ന് മുത്ത് റസൂലുള്ളാഹ്. ഇന്ന് മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബർ കൃത്യമായി ഇന്നതാണ് എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ലെന്നാണ്. ഇതിന്റെ വലിയൊരു അത്ഭുതം എന്താണെന്നറിയോ? ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഇങ്ങനെയാ ലോകത്തെ 3 സെമിറ്റിക് മതങ്ങൾ എന്ന് പേരെടുത്ത് പറയാ. സംഗതിയൊക്കെ ഇസ്ലാമായിരുന്നു എന്ന് വേറെ വിഷയം. മൂസ നബിയുടെ അനുയായികളാ ജൂതന്മാരെന്നാ പറയാ, ഈസ നബിയുടെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ എന്നാണ് പറയാ. പക്ഷെ ഈ 2 മതവിശ്വാസികളുടെയും നേതാക്കന്മാരെന്ന് പറയുന്ന 2 പേർ, ഒന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം, ഇവിടെ ഖബർ എവിടെയാണെന്ന് അറിയില്ലെന്നാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇതാണോ അതാണോ ഉറപ്പില്ലെന്നാണ്. സിയാറത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, ജോർഡാനിൽ ഞങ്ങളൊക്കെ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, പക്ഷേ ഉറപ്പില്ല. ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിലില്ലല്ലോ, പിന്നെ ഇത് ആരാ ഭൂമിയിലുള്ളത്? ഇവർക്കൊക്കെ നേതാവായി നിസ്കരിച്ച ഒരാള് ഭൂമിയിലുണ്ട്, അത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെന്ന് നോക്കി സലാം പറയാൻ പറ്റുന്ന ഒരു നബി അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവകാശം, അങ്ങനെ ഒരു മഹാഭാഗ്യം ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ അല്ലാഹു കൊടുത്തിട്ടില്ല, അത് നമുക്കുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫ് എവിടെയാണെന്ന് അറിയാത്തവരുണ്ടോ? ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇന്റെ ആ രാത്രിയിൽ അംബിയാഇന് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് മസ്ജിദുൽ അഖ്സായിൽ. اللهم ارزقنا ركعة وصلاة فيها قبل الممات يا رب العالمين. മരണത്തിന് മുമ്പ് 2 റക്അത്തെങ്കിലും അഖ്സ പള്ളിയിൽ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നബിയോട് അവിടുത്തെ ഭാര്യമാർ ചോദിക്കുമായിരുന്നു, അഖ്സ പള്ളിയുടെ പോരിശ പറഞ്ഞു കൊടുത്തപ്പോ, മസ്ജിദുൽ ഹറാമിൽ 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുണ്ടെന്നും മസ്ജിദുൻ നബവിയിൽ 1000 നിസ്കാരത്തിന്റെ കൂലിയുണ്ടെന്നും മസ്ജിദുൽ അഖ്സായിൽ 100 നിസ്കാരത്തിന്റെ കൂലിയാണ് ഒരു നിസ്കാരത്തിനെന്ന് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ഉമ്മുൽ മുഅ്മിനീൻ ചോദിച്ചത്, നബിയേ, ആ പള്ളിയിലേക്ക് ഞങ്ങൾക്ക് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് ആ പള്ളിയിലേക്ക് ഒരു വിളക്ക് നിങ്ങൾ കൊടുത്തയച്ചേക്കണം. ആ പള്ളിയിലേക്ക് ആ പള്ളിയിൽ കത്തിക്കാൻ ആവശ്യമായ വിളക്കിന്റെ എണ്ണയോ നിങ്ങൾ ആ പള്ളിയിലേക്ക് ദാനം ചെയ്താൽ നിങ്ങൾ അവിടെ പോയി നിസ്കരിച്ചതിന് തുല്യമാണെന്ന് ഹബീബിന്റെ ഭാര്യയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ സ്വഹീഹാണ്. അതുകൊണ്ടായിരിക്കണം, എനിക്കറിയില്ല, പള്ളികളിലേക്കൊക്കെ മുമ്പ് ഒരുപാട് വിളക്കുകളും എണ്ണൊഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആളുകൾ ജാതിമത ഭേദമന്യേ പള്ളികളിലേക്ക് സംഭാവന ചെയ്യാറുണ്ട്. ഒരുപക്ഷെ മസ്ജിദുൽ അഖ്സായിലേക്ക് കത്തിക്കാൻ ഒരു വിളക്കോ അവിടെ കത്തിക്കാൻ ആവശ്യമായ എണ്ണയോ നിങ്ങൾ സ്വതക്ക ചെയ്താൽ നിങ്ങൾ അവിടെ പോയി നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയ പുണ്യങ്ങളായിരിക്കണം. മസ്ജിദുൽ അഖ്സായിലെ നിസ്കാരം കഴിഞ്ഞപ്പോ നബിക്ക് കുടിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണേ, 2 ഡ്രിങ്ക്സ് നബി തങ്ങൾക്ക് കൊണ്ടുവന്നു. അതിലൊന്ന് നബി തങ്ങൾ എടുത്തു കുടിച്ചു, മറ്റേത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നബിയേ, മനുഷ്യരുടെ പ്രകൃതത്തോട് യോജിച്ചത് തന്നെയല്ലോ അങ്ങ് തെരഞ്ഞെടുത്തത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് കൊണ്ടുവന്ന 2 പാനീയങ്ങളിൽ ഒന്ന് പാലും മറ്റേത് കള്ളുമായിരുന്നു, മദ്യമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പാലെടുത്ത് കുടിച്ചപ്പോഴാണ്, നബിയേ, നിങ്ങളെങ്ങാനും തെരഞ്ഞെടുത്തത് മറ്റേ സാധനമായിരുന്നുവെങ്കിൽ, മദ്യമായിരുന്നുവെങ്കിൽ അങ്ങയുടെ ഉമ്മത്ത് നശിച്ചു പോയേനെ നബിയേ. ഇഖ്തർതൽ ഫിത്ര, അങ്ങ് തെരഞ്ഞെടുത്തത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്, പാല് ശുദ്ധമാണ്, ത്വാഹിറാണ്, പോഷണം ചെയ്യുന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു നമുക്ക് ഭക്ഷണമായി തന്നത് പാല്, അത് നിങ്ങൾ എടുത്തുവല്ലോ നബിയെ, അങ്ങ് മദ്യം ഉപയോഗിച്ചില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ ഉമ്മത്തിന്റെ ഭാവിയെ നിർണയിക്കുന്ന ഘട്ടങ്ങളായിരുന്നു അത്. അതുകൊണ്ട് മുസൽമാൻ, എന്റെ ചെറുപ്പക്കാരെ, നാവിലൂടെ ഒരു മദ്യം, അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണം നാവിലൂടെ കൊടുക്കല്ലേ, വായിലൂടെ കൊടുക്കല്ലേ. ഇഖ്തർതൽ ഫിത്ര, അങ്ങ് ഇഷ്ടപ്പെട്ടത് പാലായത് ഈ സമൂഹത്തിന് അല്ലാഹു നിശ്ചയിച്ച ആരോഗ്യകരമായ നിലനിൽപ്പിന്റെ ഭക്ഷണമായി പോയി നബിയെ, അത് ഖൈറായി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. ആ പള്ളിയുടെ തൊട്ടരികത്തുണ്ട് ഒരു പാറ. ആ പാറയുടെ മുകളിൽ അമവി ഭരണാധികാരികൾ ഉണ്ടാക്കിയ പള്ളിയുണ്ട്. അതിന്റെ പേരാണ് അൽ ഖുബ്ബത്തുസ് സുഖറ, ഡോം ഓഫ് റോക്ക് എന്ന് പറയും. ഡോം ഓഫ് റോക്ക്, ഖുബ്ബത്തുസ് സുഖറ. ഖുബ്ബത്തുസ് സുഖറ എന്ന് പറയുന്ന ആ പള്ളിയുടെ ഖുബ്ബയുടെ നിറം സ്വർണ്ണ കളറാണ്. അതല്ല മസ്ജിദുൽ അഖ്സ.
മസ്ജിദുൽ അഖ്സ അതിന്റെ തൊട്ടപ്പുറത്ത് ഗ്രേ കളറിൽ, ഗ്രേ, ഡാർക്ക് ഗ്രേ, അന്തൂറിന്റെ കളർ എന്നൊക്കെ പറയാം, ഡാർക്ക് ഗ്രേ ആയിട്ട് നിൽക്കുന്ന അതാണ് മസ്ജിദുൽ അഖ്സ. നമുക്കറിയില്ല ഇപ്പോഴും പല ആളുകൾക്കും. മസ്ജിദുൽ അഖ്സന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഖിബലയായിരുന്ന 16 മാസത്തോളം 17 മാസത്തോളം അല്ലാഹുവിന്റെ റസൂൽ നിന്ന് നിസ്കരിച്ച മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളി, ആ പള്ളി എടുത്തത് സുലൈമാൻ നബിയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ പള്ളിയുടെ കുബ്ബ സ്വർണ്ണ കളറല്ല, സ്വർണ്ണ നിറമുള്ളത് നബിതങ്ങളുടെ ബുറാക്ക് വാഹനത്തെ കെട്ടിയിട്ട ഒരു പാറക്കല്ലുണ്ട്. ആ പാറയിൽ നിന്ന് നബിതങ്ങൾ ആകാശലോകത്തേക്ക് അസെൻഷൻ ചെയ്തത്, ആകാശലോകത്തേക്കുള്ള മിഅ്റാജ് നടത്തിയത് ആ പാറയുടെ മുകളിലാ. അവിടെ പിൽക്കാലത്തുണ്ടാക്കിയ പള്ളിയാണ്. നമ്മൾ പലരും മസ്ജിദുൽ അഖ്സയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ സ്വർണ്ണ കുബ്ബുള്ളത്, അതല്ല മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ തൊട്ടുപുറത്തെ കോമ്പൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. കുബ്ബത്തു സുഹറയാണ് അതിന്റെ പേര്, ഡോം ഓഫ് റോക്ക്. ആ പാറക്ക് മുകളിൽ ഉണ്ടാക്കിയ പള്ളി എന്നാണ് ഇതിനർത്ഥം. അവിടെ നിന്നാണ് 7 ആകാശങ്ങളിലേക്ക് ഹബീബിന്റെ യാത്ര കൊടുക്കുന്നത് അല്ലാഹു തആല. ആ പാറയിൽ നിന്നും 7 ആകാശങ്ങൾക്കും അതിനപ്പുറത്തേക്കുമുള്ള യാത്രയാണ് മിഅ്റാജ് എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ ചെയ്ത യാത്രയാണ് ഇസ്റാ. അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രി യാത്ര ചെയ്തു. രാത്രിയാണല്ലോ രാജാക്കന്മാരെന്ന് കൂടിക്കാഴ്ച നടത്താൻ തിരഞ്ഞെടുക്കുന്ന സമയം. രാത്രി യാത്ര ചെയ്യുമ്പോൾ ഭൂമിയുടെ ദൈർഘ്യം അല്ലാഹു ചുരുക്കി കൊടുക്കുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. പകലെടുക്കുന്ന ആ ദൈർഘ്യം തോന്നൂല രാത്രി യാത്ര ചെയ്യുമ്പോൾ. അല്ലാഹു രാത്രിയിൽ ദൈർഘ്യം കുറക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയാണ് ഇസ്റാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്ക് പോയ അതേ രാത്രിയിൽ പോയി തിരിച്ചു വന്ന യാത്രയാണ് മിഅ്റാജ്. അറജ എന്ന അറബിയിൽ പറഞ്ഞാൽ മേലോട്ട് കയറുക എന്നാണ്. അതിന് തന്നെ സ്വഇദ എന്നും അറബിയിൽ പറയും. സ്വഇദ, മിസ്അദ്, ലിഫ്റ്റിനൊക്കെ അറബിയിൽ മിസ്അദ് എന്ന് പറയാം. അത് നേരെയാണ് കയറുക. അറജ എന്ന് പറഞ്ഞാൽ ഒരു വൈവി, അതായത് ഒരു സിഗ്സാഗ്, വളഞ്ഞു പൊളഞ്ഞ് കയറുമ്പോഴാണ് അറജ എന്ന അറബിയിൽ പറയാം. അത് അറബ് ഭാഷയുടെ ഒരു അത്ഭുതമാണ്. മൊത്തത്തിൽ കയറിപ്പോയി എന്നൊക്കെ അറജ എന്ന് പറയും. തഅറുജു ഇലൈഹി ഇതിന്റെ അർത്ഥം. ആ വാക്കിന് അറജ, മിഅ്റാജ്, ആ വാക്കിന് പ്രത്യേകത ഉണ്ട്. ആകാശ ലോകത്തേക്കുള്ള യാത്രയെ പറ്റി പറയുമ്പോഴാ അല്ലാഹു തആല തഅറുജുൽ മലായികതു വറൂഹ്, ജിബ്രീൽ അലൈഹിസ്സലാമും മാലാഖമാരും സഞ്ചരിക്കുന്ന ആ ഒരു യാത്ര. ആകാശലോകത്ത് കുത്തനെ കയറാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ ആകാശലോകത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. കുത്തനെ കയറാൻ കഴിയില്ല. ഗ്രാവിറ്റി, പുഷ് ആൻഡ് പുൾ, ഒരുപാട് ജാതിബീയ, ആകർഷണ ബലമുള്ള സാധനങ്ങളാണ് പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളൊക്കെ. ജാതിബീയത്തുണ്ട്, ഒന്നിനെ വലിക്കാനും പിടിക്കാനും തള്ളാനും ഒക്കെയുള്ള കഴിവുകൾ ഈ ഗോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിലൂടെ പോവണമെങ്കിൽ വളഞ്ഞു പൊളഞ്ഞ് പോകാൻ പറ്റൂ. മേലേക്ക് പോകും സ്പേസ് ക്രാഫ്റ്റുകൾ, ആകാശത്തേക്ക് യാത്ര പോകുന്ന സ്പേസ് ഷട്ടിലുകൾ കുത്തനെയല്ല പോവുക. ഇവിടെ നിന്ന് തോന്നും കുത്തനെയാണ്. നമ്മുടെ ഭൂമിയുടെ 80 കിലോമീറ്റർ നമ്മുടെ അന്തരീക്ഷം കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം കഴിഞ്ഞു. മേലോട്ട് ചെന്നാൽ പിന്നെ വൈവിയായിട്ടാ പോവുക, വളഞ്ഞു പൊളഞ്ഞ്. ഈ പോക്കിനാണ് ശരിക്കും അറജ എന്ന അറബിയിൽ പറയാ. ആകാശ ലോകത്ത് യാത്ര ചെയ്യാൻ ഒരാൾക്കും സ്വഇദ എന്ന് പറഞ്ഞ മിസ്അദ് എന്ന് പറയുന്ന കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശ ലോകത്ത് പോയി സഫോക്കേഷൻ സംഭവിക്കുന്ന, പോകാൻ പറ്റില്ല. അറജ, മിഅ്റാജിന്റെ പോക്ക് പോണെന്നാണ്. അങ്ങനെ പോകുന്ന ആകാശത്തേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്ന വാക്കാണ് അല്ലാഹു മിഅ്റാജ് എന്ന ആ ഒരു പ്രയോഗം, അറബിയിൽ വന്ന പ്രയോഗം. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയതാണ് ആകാശലോകത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയാണ് നമ്മൾ മിഅ്റാജ് എന്നറിയപ്പെടുക. മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ മനോഹരമായിട്ട് അത് പാരായണം ചെയ്തിരിക്കുകയാണ്, നമുക്ക് എഴുതി തന്നിരിക്കുകയാണ് ബുർദയിൽ. യാ ഖൈറ മൻ യമ്മൽ അഫൂന സാഹതഹു സഅയം ഫൗഖ മുതൂനിൽ ലൈൽ ഖിർസുമി മൗലായ لم دائما أبدا على حبيبك خير الخلق كلهم ومن هو الآية الكبرى لمعتبر ومن هو الآية الكبرى لمعتبر ومن هو النعمة العظمى لمغتنم مولاي لم دائما أبدا على حبيبك خير الخلق كلهم سريت من حرم ليلا إلى حرم
كما سرى البدر في داج من الظلم مولاي لم دائما أبدا على حبيبك خير الخلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي لم دائما أبدا على حبيبك خير الخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي دائما أبدا للخلق كلهم ആഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയതാണ് പറയുന്നത്. ഇഖ്ബാൽ മനോഹരമായത് പാടിയിട്ടുണ്ട്. അഖ്തറേ ശാം കി ആതി ഹെ ഫലക് സേ ആവാസ് അഖ്തറേ ശാം കി ആതി ഹെ ഫലക് സേ ആവാസ് സജദ करती है जिसे सहर वो है आज की रात रहे एक गाम है हिम्मत के लिए अर्शे बरीन कह रही है ये मुसलमान से मिअराज की रात रहे एक गाम है हिम्मत के लिए अर्शे बरीन कह रही है ये मुसलमान से मिअराज की रात ഈ രാവിന്റെ മഹത്വം എത്രയാണെന്നറിയുമോ? അഖ്തറേ ശാം കി ആതി ഹെ ഫലക് സേ ആവാസ് ചക്രവാള സീമകളോട് നക്ഷത്രങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രം പറയുന്ന രാവാണിത്. സജദ കർത്തി ഹെ ജിസേ സഹർ വോ ഹെ ആജ് കി രാത് ഏതൊരു രാത്രിയാണോ ഒരു പകലിന്റെ മുമ്പിൽ നാം പ്രണാമം നമിക്കുന്നത്, ഏത് രാത്രിയാണോ പകലിനോട് നമിക്കുന്നത്, ആ രാത്രിയാണിത്. രഹേ ഇക് ഗാം ഹേ ഹിമ്മത്ത് കേ ലിയേ അർശേ ബരീൻ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു കാൽപാദം എടുത്തു വെക്കേണ്ട ദൂരമേ അർശിനോടുള്ളൂ എന്നും കഹ രഹി ഹേ യെ മുസൽമാൻ സേ മിഅറാജ് കി രാത് മുസ്ലിമിനോട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരു കാലെടുത്ത് വെക്കുന്ന ദൂരമേ നിനക്ക് വേണ്ടൂ. നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇത് പഠിപ്പിക്കാനാ മിഅറാജ് അല്ലാഹു ഉണ്ടാക്കിയത്, ഹബീബിനെ അല്ലാഹു കൊണ്ടുപോയത്. ലിനുരിയഹു മിൻ ആയാതിനാ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള യാത്രയായിരുന്നുവല്ലോ അത്. ഹബീബിനെ കൊണ്ടുപോയത് ആകാശ ലോകത്തേക്ക്. ആകാശ ലോകം വല്ലാത്തൊരു ലോകമാണ്. എത്ര രസമുള്ളൊരു സാധനം ഉണ്ടോ? ആകാശത്തിന് കിട്ടുന്ന ഭംഗി എത്ര! ഒന്ന് ആകാശത്തേക്ക് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലെ പ്രപഞ്ചം, പച്ചപ്പ്, സസ്യങ്ങൾ, കളകള ഒഴുകുന്ന നദികൾ, ഇതൊക്കെ വളരെ ഭംഗിയുള്ള, മനസ്സിന് ഇത്രമേ സന്തോഷം നൽകുന്ന സാധനങ്ങളാണ്. നമ്മൾ മറ്റൊരു വീടിനോ ഒരു ഭംഗിയുള്ള ഒരു കെട്ടിടത്തിനോ അതിനേക്കാളൊക്കെ അത്ഭുതമാണ് അല്ലാഹുവിന്റെ ആകാശം. നമ്മൾ കണ്ടു മടുത്തുകൊണ്ടാണ് അതതിന്റെ അത്ഭുതം. ആകാശത്തേക്കൊന്ന് വൈകുന്നേരം നോക്കിയാൽ അല്ലാഹുവിന്റെ മലക്കൂത്തല്ലേ. മലക്കുകൾ തെറ്റു ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകളുടെ ലോകമാണ് ആകാശം. ഒരുപാട് ആശയങ്ങളാണ് ഇസ്രാ മിഅ്റാജ്. ഒന്ന്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്രമുണ്ടെങ്കിൽ ആ കേന്ദ്രം ഭൂമിയാണെന്ന് അല്ലാഹു സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഭൂമി പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഒന്നുമല്ല. വലിയ വലിയ ഗോളങ്ങളും നക്ഷത്രങ്ങളും നോക്കിയാൽ ഈ ഭൂമി വളരെ ചെറിയ പൊടിന്റെ അത്ര ഇല്ല. ശരിയാ, പക്ഷേ പ്രപഞ്ചത്തിനൊരു കേന്ദ്രം വേണ്ടേ? ആ കേന്ദ്രം ഭൂമിയാവണമെന്നാണ്. കാരണം ഇവിടെ നിന്നാണ് ആ യാത്ര. നിബിധങ്ങളെ കൊണ്ടുപോയത് ഏഴാകാശം. ഇവിടെയാണ് ഈ ഒന്നാം ആകാശം എന്ന് പറഞ്ഞത്. എന്താണ് ഈ രണ്ടാം ആകാശം? എവിടെയാണ് ഈ മൂന്നാം ആകാശം? നമുക്കറിയോ? നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് ഇരിക്കുമ്പോഴാണ് ഒരു ചോദ്യം. നിങ്ങൾക്കറിയുമോ ഒന്നാം ആകാശത്തേക്ക് എത്ര ദൂരമുണ്ട് എന്ന്? ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം എത്രയാണെന്നറിയില്ല. 500 ആമിൻ, 500 വർഷത്തെ ദൂരമുണ്ട്.
ഇവിടുന്ന് ഒന്നാം ആകാശത്തേക്ക് 500 കൊല്ലത്തെ ദൂരമുണ്ട്. 1 2 ദൂരം എത്രയാണെന്നറിയുമോ? ഞങ്ങൾക്കറിയില്ല നബിയെ, അങ്ങേക്കും അല്ലാഹുവിനും അറിയാം. 500 കൊല്ലത്തെ വഴി ദൂരം. പിന്നെയും ചോദിച്ചു, 2 3 3 4 എല്ലാം ഭൂമിയിൽ നിന്ന് 1 ദൂരമാണ് 500 കൊല്ലം. ഈ ഹദീസ് നബിയുടെ മുഅ്ജിസത്തുകളിൽ അവിടത്തേക്ക് അല്ലാഹു നൽകിയ മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഹദീസാണിത്. എന്താണെന്നറിയോ? ഇന്ന് ആകാശത്തേക്കുള്ള ദൂരം നമുക്ക് കണക്കാക്കണമെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയേ നമുക്ക് അനുമാനിക്കാൻ പറ്റുള്ളൂ. സൂര്യപ്രകാശമല്ലേ നമ്മുടെ സൂര്യൻ. നാളെ സൂര്യ ഉദിക്കുന്നു വല്ല ഗ്യാരണ്ടി ഉണ്ട്? നമ്മൾ നാളത്തെ കല്യാണം മംഗലൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലേ? നാളെ അവിടെ പോകണം, ഇവിടെ പോകണം, നാളെ അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. നാളെ നേരം വിളിക്കുന്നു വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അള്ളാഹുവിന്റെ ലോകാണത്. അത് ആരെങ്കിലും വല്ല ജില്ലാ കളക്ടർ ഉറപ്പ് വന്നിട്ടുണ്ടോ? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉദിച്ചാൽ നമ്മളിങ്ങനെയൊക്കെ ആവാം. വല്ലാത്തൊരു ലോകമാണ്. അള്ളാഹുവിന്റെ ആകാശ ലോകത്തേക്ക് കിലോമീറ്ററോ മൈലോ വെച്ചോ അളക്കാൻ പറ്റില്ല. സൂര്യപ്രകാശം പോകുന്ന സ്പീഡ് എത്രയാണ്? 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. മൈലിലാവുമ്പോൾ കുറച്ച് കുറയും. കിലോമീറ്റർ കൂട്ടുകയാണെങ്കിൽ 300,000 കിലോമീറ്റേഴ്സ് പെർ അവർ. 1 മണിക്കൂറിൽ 3 ലക്ഷം കിലോമീറ്റർ ഒരു സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് പുറപ്പെട്ടാൽ പോകുന്ന സ്പീഡ്. എത്ര സെക്കൻഡിൽ? മണിക്കൂറിലല്ലേ? നമ്മൾ ഒരു ട്രാഫിക് ക്യാമറയിലും കിട്ടൂലത്. ആ ജാതി സ്പീഡിലാണ് പോകുന്നത്. 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ. അങ്ങനെ 8 മിനിറ്റും 14 സെക്കൻഡ് എടുക്കുന്ന സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് വിട്ട് ഭൂമിക്ക് എത്താൻ 8 മിനിറ്റും 14. 1 സെക്കൻഡിൽ 3 ലക്ഷം സ്പീഡിൽ പോന്നാല് 8 മിനിറ്റും 14 സെക്കൻഡും. അതാ ഭൂമിയും സൂര്യൻ തമ്മിലുള്ള ദൂരം കണക്കാക്കിയാൽ മതി. അങ്ങനെ സൂര്യപ്രകാശത്തിന്റെ വേഗത നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂല എന്നാ. പറ്റുമെന്ന് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് സമർത്ഥിക്കുകയോ പറ്റുന്നൊരു കാലം വരികയോ ചെയ്താൽ ആകാശത്തേക്ക് എത്ര കൊല്ലെടുക്കുന്ന? 200 കോടി കൊല്ലെടുക്കുന്ന ആകാശത്തേക്ക് എത്താൻ. ഒരാൾ പുറപ്പെട്ട് ആകാശത്തേക്ക് എത്തി എന്ന് പറഞ്ഞ ഫോമിലി വരൂലേ? ഗൾഫിൽ എത്തി എന്ന് പറഞ്ഞിട്ട് ആ വിളി കിട്ടണമെങ്കിൽ ഭൂമിയിൽ 200 കോടി കൊല്ലം കഴിയുന്ന അപ്പോഴേ ഒന്നാം ആകാശത്തെത്തുള്ളൂ. അതാ ഒന്നാം ആകാശം. എന്നല്ലാതെ ട്രാൻസ്ഫോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയോണോസ്ഫിയർ, ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റി പറയാറുണ്ട് 5 6 7 ഒക്കെ. അതല്ല ആകാശം എന്ന് പറഞ്ഞാൽ. അതല്ല. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. ആകാശ ലോകത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. ബിമസ്വാബീഹ, നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا, ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളും. അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ ബൗണ്ടറി എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റും. ഇതുവരെ സയൻസിന് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു അനുമാനം ഇതാ, വേഗത സൂര്യപ്രകാശത്തിന്റെ വെലോസിറ്റിയിൽ പോയാൽ 200 കോടി കൊല്ലം കഴിയുന്നു. നമുക്കാർക്കും പോകാൻ പറ്റൂല എന്നാ. സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ ആ സാധനം പിന്നെ എനർജിയായി മാറുന്ന സാധനം. the matter, the mass will turn into energy. ഒരു സാധനം പോവാണ്, സൂര്യപ്രകാശം പോണ സ്പീഡിൽ വിട്ടാൽ ഈ സാധനം ഉണ്ടാവില്ല, ഇത് എനർജി ആയിട്ട് മാറുന്ന. അങ്ങനെ സങ്കല്പിച്ചാൽ 200 കോടി കൊല്ലം കഴിയും. ആര് പറയാണ്? സയന്റിസ്റ്റുകൾ പറയാൻ. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ എനർജിയുടെ തിയറി വെച്ചിട്ട് എനർജി ഈസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി, ഈ തിയറി വെച്ചിട്ട് ഡിസ്കഷൻ ചെയ്ത് പറയാണ് 200 കോടി കൊല്ലം കഴിയും ഒരാൾ അവിടെ എത്തുമ്പോ. ആർക്ക്? അയാൾക്കല്ല, ഭൂമിയിലെ ആളുകൾക്ക് 200 കോടി. ആ പോണ ആൾക്കോ 500 വർഷമേ ആവുള്ളൂ. സുബ്ഹാനല്ലാഹ്, 500 കൊല്ലം. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത എത്രയാ ദൂരം എന്ന് പറഞ്ഞു? 500 ആം. ഇതിൽ ഒരുപാട് സിറുകളുണ്ട്. ലോകത്ത് സൂര്യപ്രകാശത്തെക്കാളും കവച്ചു വെക്കാൻ പറ്റുന്നൊരു വേഗത ഉള്ള സാധനം ലോകത്ത് കണ്ടെത്തപ്പെടുകയില്ല എന്നതിന്റെ ഒരു സൂചന കൂടിയാ. 500 കൊല്ലം. സയന്റിസ്റ്റ് പറഞ്ഞത് 500 കൊല്ലം പോകുന്ന പൈലറ്റിന് 500 കൊല്ലം ആവുള്ളൂ. ഭൂമിയിലെ ആളുകൾക്ക് 200 കോടി കൊല്ലാവും. ആകാശത്ത് സമയം കുറവാ, ഇവിടെ സമയം കൂടുതലാ. ഭൂമിയിൽ മേലോട്ട് പോകുന്തോറും സമയം കുറയുന്ന, പോകുന്ന സ്പീഡിനനുസരിച്ച് സമയം ബാക്കോട്ട് സഞ്ചരിക്കുന്ന അള്ളാഹുവിന്റെ വലിയ അത്ഭുതമുള്ളൊരു ലോകമാണ്. അതുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാമിനെ ആകാശത്ത് കൊണ്ടുപോയത് എന്നല്ലാതെ വല്ല മലയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കല്ല. ഈസ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിൽ 5000 കൊല്ലം കഴിഞ്ഞ് ഈസ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് പോയിട്ടിപ്പോ ഏകദേശം എത്ര കൊല്ലായി? 1987. ഈസാ നബി ജനിച്ചത് മുതൽ 2015 കൊല്ലായി. നമ്മൾ 2015 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈസാ നബി ജനിച്ചിട്ട് 2015 കൊല്ലായി. അതല്ല പേരർത്ഥം.
അല്ലേ? അതാണ് നമ്മുടെ ക്രിസ്ത്യൻ കലണ്ടർ എന്ന് പറയുന്നത്. ഈസാ നബി ജനിച്ചിട്ട് 2015 കൊല്ലം. ഈസാ നബി ആകാശത്തിലേക്ക് പോകുമ്പോ ഈസാ നബിയുടെ വയസ്സ് 33 അപ്പൊ 2015 33 കുറച്ചാൽ എത്രയായി? ഈസാ നബി പോയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി എന്ന് മനസ്സിലാവും. അപ്പൊ 1987 കൊല്ലം കഴിഞ്ഞു. ഇനി ഒരു 5000 കൊല്ലം കഴിഞ്ഞു തന്നെ വിചാരിക്കുക. ഈസാ നബിക്ക് രണ്ടാമത്തെ ഒരു ശ്വാസം ശ്വസിക്കേണ്ട സമയമായിട്ടുണ്ടാവില്ല എന്നാ. അവിടെ ആ ഓക്സിജൻ ഉണ്ടോ? ഫ്ലൈറ്റിലേക്ക് ആണെങ്കിൽ എമർജൻസി ഓക്സിജൻ മാസ്ക് വിൽ ഫോൾ ഡൗൺ, നിങ്ങൾ എടുത്തോളി. അതൊന്നും അവിടെ ഓക്സിജന്റെ ആവശ്യമില്ല. ശ്വസിക്കാൻ നേരം വേണ്ടേ? നമ്മൾ ചാടിക്കാൻ നേരമില്ലാന്ന് ഓടാറില്ലേ? ശ്വസിക്കാൻ നേരാവില്ല എന്ന് ഈസാ നബിക്ക്. ഇവിടെ 5000 കൊല്ലം കഴിഞ്ഞ് അവിടെ സെക്കൻഡ് പോലും ആവണില്ല എന്നാ. അതാണ് അള്ളാഹുവിന്റെ ലോകം. അതുകൊണ്ട് ഈസാ നബി 33 വയസ്സിൽ പോയി. സ്വർഗത്തിലേക്ക് പോകുന്ന മുഴുവൻ ആളുകളും ആണുങ്ങളും പെണ്ണുങ്ങളും 33 വയസ്സായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയുടെ വയസ്സാ. ഈസാ നബി ഇവിടെ വന്ന് 40 കൊല്ലം ജീവിക്കും. 73 വയസ്സിൽ അവർ വഫാത്താകും. ഈസാ നബി അലൈഹിസ്സലാം പോയ അതേ വയസ്സാ തിരിച്ചു വരുമ്പോൾ. എന്തേ കാരണം? സെക്കൻഡ് പോലും ആയിട്ടില്ല. ലോകം ആകാശ ലോകമാണ്. അതാണ് വ്യത്യാസം. ഹബീബിനെ കൊണ്ടുപോയിരിക്കുകയാണ് അല്ലാഹു തആല ആകാശ ലോകത്തേക്ക്. പോയ സ്പീഡ് പ്രകാശവേഗതയെക്കാളും വെല്ലുന്ന സ്പീഡാണെന്ന് ഉറപ്പാണ്. കാരണം ഇത് മുഅ്ജിസത്താണ്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല. ആ ഒരു യാത്ര പോയി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഓരോ മണ്ഡലങ്ങൾ കടന്നു പോവാണ്. قدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي. നബിയെ, അങ്ങ് വരുമ്പോൾ ഒരു മഖ്ദൂമിനെ, ഖാദിമിനെക്കാളും മഖ്ദൂമിനെ ബഹുമാനിക്കുന്ന പോലെ അമ്പിയാക്കന്മാരും മലക്കുകളും അങ്ങയെ ബഹുമാനിച്ചുവല്ലോ. ഒന്നാം ആകാശത്തുണ്ട് മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. അത് നബിയെ കണ്ടിട്ടുണ്ട്. 60 മുഴം നീളമുണ്ടായിരുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വലതുഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയുന്നുണ്ട്. എന്താണ് ജിബ്രീലേ സംഭവിക്കുന്നത്? നബിയെ, ഇത് അങ്ങയുടെ ഉപ്പയാണ്, ആദം നബി അലൈഹിസ്സലാമാണ്. അവരുടെ മക്കൾ സ്വർഗത്തിലേക്ക് പോകുന്ന മക്കളെ കാണുമ്പോഴുള്ള സന്തോഷമാണ്. ഇടതുഭാഷത്തേക്ക് നോക്കുമ്പോൾ നരകത്തിലേക്ക് പോകുന്നവരെയാണ് കാണുന്നത്. ആ സങ്കടത്തിലാണ് വിഷമിക്കുന്നത്. നബി കണ്ടിട്ടുണ്ട്. 2ാം ആകാശവും 3ഉം 4ഉം കഴിഞ്ഞു പോകുമ്പോ മഹാനായ ഹാറൂൻ നബിയെ കണ്ടിട്ടുണ്ട്. യഹ്യ നബിയെ കണ്ടു, ഈസ നബിയെ കണ്ടു, യൂസുഫ് നബിയെ കണ്ടു, ഇദ്രീസ് നബിയെ കണ്ടു, മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 7ാം ആകാശത്തുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഓരോരുത്തർ കണ്ടുപോവാൻ. അതിൽ മലക്കുകൾ വന്ന് സലാം പറയുന്നുണ്ട്. മർഹബൻ ബി നബി, മർഹബൻ ബി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളെ നിങ്ങൾക്ക് സ്വാഗതമെന്ന് ഓരോരോ ആകാശ ലോകത്തെ മലക്കുകളും നബി ആശീർവദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി വിളിച്ചിട്ടുണ്ട് മർഹബൻ ബി അഖി, മർഹബൻ ബിബിനി, എന്റെ മക്കളിൽ വരുന്ന എന്റെ മോനെ എന്ന് ആദം നബി വിളിച്ചിട്ടുണ്ട്. മർഹബൻ ബിബിനി, എന്റെ മോനെ നിങ്ങൾക്ക് സ്വാഗതമെന്ന്. അങ്ങനെ പോകുന്ന പോക്കിൽ മാലാഖമാരും അമ്പിയാക്കന്മാരും സലാം പറയുമ്പോ സലാം പറയാതെ മുഖം കറുപ്പിച്ചിരിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് ചിരിച്ചില്ല. നബിയോട് ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് സലാം പറഞ്ഞപ്പോ സലാം ഒരു മടക്കൽ മാത്രം, വേറൊന്നും പറഞ്ഞില്ല. യാ ജിബ്രീൽ, ജിബ്രീലേ, ആരാണ് ഇരിക്കുന്നത്? എല്ലാരും സലാം പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് സലാം പറഞ്ഞിരുന്നവർ. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടൊരു മടക്കുകയല്ലാതെ ഒരു ചിരി പോലും പുഞ്ചിരി പോലും കാണിക്കാത്ത ഈ ആളാരാണ്? നബിയെ, അങ്ങ് ക്ഷമിക്കണേ, ഇത് മറ്റാരുമല്ല ഖാസിനുന്നാരി മാലിക് അലൈഹിസ്സലാം, നരകത്തെ കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മാലിക് അലൈഹിസ്സലാമാണ് നബിയെ ഇരിക്കുന്നത്. അവര് ചിരിക്കുകയില്ല. അല്ലാഹു തആല പടച്ചുവിട്ടതിന്റെ ശേഷം, സെർട്ടിപ്പ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ മാലിക് അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല നബിയെ. ചിരിക്കുന്ന ലോലമുള്ള കനിവ് തോന്നുന്ന മനസ്സല്ല മഹാനായ മാലിക് അലൈഹിസ്സലാമിനുള്ളത്. നരകവാസികളൊക്കെ യാ മാലിക്, മാലിക് എന്ന മലക്കേ, അല്ലാഹുവിനോട് പറയണേ, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് അദാബ് ഒന്ന് ചുരുക്കിത്തരാൻ പറയണേ എന്ന് കെഞ്ചുമ്പോൾ പോലും മനസ്സലിയാത്ത പ്രകൃതമാണ് നരകത്തെ ഏൽപ്പിച്ച മലക്കിനുള്ളത് നബിയെ. അവർ ചിരിക്കൂല. ആളുകളുടെ നിലവിളി കേട്ടാലും മനസ്സലിയൂല. يخسأوا فيها ولا تكلمون.
മിണ്ടാതെ കടന്നോളവിടെ, മിണ്ടാതെ കടന്നോ എന്ന് 1000 കൊല്ലം ഈ ആർപ്പ് വിളിയും നിലവിളിയും കഴിഞ്ഞതിന്റെ 1000 കൊല്ലം കഴിഞ്ഞ് വരുന്ന മറുപടിയാണത്. മിണ്ടിപ്പോവരുത്. ഇങ്ങനെ നരകവാസികളോട് ലവലേശം കരുണയില്ലാത്ത നരകത്തെ കാക്കാൻ ഏൽപ്പിച്ച മാലാഖമാരുടെ നേതാവാണ് മഹാനായ മാലിക് അലൈഹിസ്സലാം. അല്ലാഹു നമ്മെ നരകത്ത് നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അവിടുന്ന് കടന്നു പോകുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്റത്തുൽ മുൻതഹ കണ്ടിട്ടുണ്ട്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള യാത്രയിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളും ജിബ്രീൽ എന്നവരും ബഹ്റുൻ നൂർ എന്നൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആകാശ ലോകങ്ങൾ ഓരോന്നും കഴിഞ്ഞു കടന്ന് ബഹ്റുൻ നൂർ എന്ന് പറഞ്ഞാൽ ദ ഓഷ്യൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ മഹാസമുദ്രം എന്നാണ്, പ്രകാശത്തിന്റെ ലോകം. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, നബിയേ അങ്ങൊറ്റക്ക് പോകണം നബിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല, എനിക്ക് പെർമിഷൻ ഇല്ല. മഹാനായ ഉമർ ഖാദി തങ്ങൾ മനോഹരമായത് അവരുടെ കവിതയിൽ രേഖപ്പെടുത്തി. دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما حتى لبحر النور جبريل وقف بحر النور എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നുവല്ലോ. في شتوه غربا فودع وهتف, ബഹ്റുന്നൂറിന്റെ വക്കിൽ നിന്ന് നബിയോട് യാത്ര പറഞ്ഞ് പിരിയുകയാണല്ലോ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, നബിയേ നിങ്ങൾ പോയിക്കോളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടെ വരാൻ എനിക്ക് സാധ്യമല്ല. അബ്ശിർ, പേടിക്കണ്ട, ഒറ്റക്കുള്ള യാത്രയെന്ന് പേടിക്കല്ലിൻ. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയേ, അല്ലാഹുവിനോടുള്ള സംഭാഷണത്തിലേക്ക് പോവുകയാണെന്ന്, അല്ലാഹുവിനെ കാണാൻ പോവുകയല്ലോ. അല്ലാഹുവിനെ കാണുന്ന കണ്ണ്, അല്ലാഹുവിനെ കാണാൻ ഭാഗ്യമുള്ള കണ്ണുകൾ അല്ലാഹു നമുക്കും തരട്ടെ. റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മർറതൈൻ, അല്ലാഹുവിനെ 2 പ്രാവശ്യം കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്തെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതല്ല ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഖൽബിന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അല്ല മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. പോയത് ശരീരം കൊണ്ടല്ലേ, എന്നാ പിന്നെ മുഖത്തെ കണ്ണുകൊണ്ട്. ആയിഷ ബീവി പറഞ്ഞു, അല്ലല്ല. എന്തേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ തുദ്രികുഹുൽ അബ്സാർ, കണ്ണുകൾക്ക് അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നബി കണ്ടത് കണ്ണുകൊണ്ടായിരിക്കില്ല. ആര് പറഞ്ഞു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. സ്വഹാബത്തിന്റെ ഇടയിലുള്ള ചർച്ചയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ ബീവി നബി തങ്ങൾ കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആയിഷ ബീവി നിങ്ങൾ ഓതിയ ആയത്തിന്റെ ബാക്കി ഒന്ന് ഓതട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞത്. എന്നാൽ വഹുവ അല്ലാഹു യുദ്രികുൽ അബ്സാർ, കണ്ണുകളെ കീഴ്പ്പെടുത്താൻ അല്ലാഹുക്ക് കഴിയുമല്ലോ. കാണുന്നതിനെ കാണാതാക്കുവാനും കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കഴിയുമെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നബി തങ്ങൾ കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ. ഇങ്ങനെ ഒരു ചർച്ചയല്ലാതെ നബി പോയത് ആത്മാവ് കൊണ്ടാണോ ശരീരം കൊണ്ടാണോ എന്ന ചർച്ച പോലും സ്വഹാബത്തിനിടയിൽ നടന്നിട്ടില്ല. പ്രത്യേകം മനസ്സിലാക്കണം, നബി പോയത് ശരീരത്തോടുകൂടെ. അതുകൊണ്ടാണ് ബിഅബ്ദിഹി എന്ന് പറയാൻ കാരണം. അബ്ദ് എന്ന് പറഞ്ഞാൽ അതാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, എന്റെ അബ്ദ് നിസ്കരിക്കുമ്പോൾ ബുദ്ധിമുട്ടാക്കുന്ന അബൂജഹലിനെ കണ്ടില്ലേ നബിയെ അങ്ങ്? ആരാണ് അബ്ദ്? ശരീരം കൊണ്ടല്ലേ നിസ്കാരം. നബിയുടെ ശരീരം കൊണ്ടുപോയ യാത്രക്കാണ് അസ്റാ ബിഅബ്ദിഹി.
എന്നല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ പോയത് ശരീരം കൊണ്ട് അല്ല എന്ന ചർച്ചയെ സ്വഹാബത്തിന്റെ ഇടയിലില്ല. അത് ഉറപ്പാണ്. കണ്ടത് കണ്ണുകൊണ്ടാണോ ഖൽബിന്റെ കണ്ണുകൊണ്ടാണോ? ആ ഒരു ചർച്ച വന്നതിൽ പിന്നെയാണ് ഇസ്ലാം എന്ന് പിഴച്ചുപോയ ആളുകൾ ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടതെങ്കിൽ പോയത് ഖൽബിയ യാത്രയായിരിക്കണമെന്ന് ദുർവ്യാഖ്യാനം ചെയ്തത്. അത് തെറ്റാണ്. പോയത് ശരീരം കൊണ്ടാണ്, പോയത് മുഅ്ജിസത്താണ്. സ്വപ്നമായിരുന്നുവെങ്കിൽ അത് അത്ഭുതമുണ്ടോ? മക്കക്കാരെ വിശ്വസിച്ചില്ലേ? 12ഓളം ആളുകൾ, നബിയെ വിശ്വസിച്ചിരുന്ന 12ഓളം ആളുകൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞപ്പോൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റൂല എന്ന്. അതന്നെ അള്ളാഹുവിന് വേണ്ടത്. വമാ ജഅൽന റുയല്ലതി യറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. നബിയെ, നിങ്ങൾക്ക് നാം കാണിച്ചു തന്ന ആ കാഴ്ച, അള്ളാഹുവിന്റെ അത്ഭുത മണ്ഡലങ്ങൾ കാണിച്ചു തന്നത്, അത് ജനങ്ങൾക്ക് ഫിത്നയായിരുന്നു, പരീക്ഷണമാണ്. ഇതൊക്കെ വിശ്വസിക്കുന്നവർ നിന്നാ മതി, അല്ലാത്തൊരു പുറത്തു പോയിക്കോ. തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോഴല്ലേ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്ന് ഓടി പറഞ്ഞത്. അതിൽ അത്ഭുതം നോക്കണേ, നബി തങ്ങൾ ഇങ്ങനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ ആദ്യം പറഞ്ഞത് സിദ്ദീഖ് എന്നവരോടല്ല, ആദ്യം പറഞ്ഞ അബൂജഹലിനോടാ. അബൂജഹലെ, ഞാൻ പോയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഇവിടെ ഇരിക്കണ ഒരാള് നാളെ നേരെ പോകുമ്പോ, ഇന്നലെ ഞാൻ പിന്നെ അബുദാബി പോയി വന്നു, എന്നിട്ടോ ഇന്നലെ പോയി ഇപ്പൊ തന്നെ എത്തി. ഇത് നമ്മുടെ ശത്രുവിനോട് പറഞ്ഞാൽ എന്താ ചെയ്യാ? അപ്പൊ നോട്ടീസ് ഇറക്കൂലേ? മിനിമം വാട്സപ്പിലെങ്കിലും വിടൂലേ? അബൂജഹൽ ഓടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറയുന്നുണ്ട്, സിദ്ദീഖ് എന്നവരെ, നിങ്ങളോട് ഞങ്ങൾ പറയാറില്ലേ നിങ്ങളുടെ കൂട്ടുകാരന് മജ്നൂനാണ്, ജുനൂന് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെ രാത്രി അഖ്സ വരെ പോയി പോൽ 7 ആകാശം കണ്ട് തിരിച്ചു പോന്നു എന്നാ പറയുന്നത്. 5 നേരത്തെ നിസ്കാരവും കിട്ടിയെന്ന്. ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, എന്റെ കൂട്ടുകാരൻ പോയി നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞു. അനസദ്ദഖതുഹു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. എനിക്കിനി വേറെ തെളിവ് വേണ്ട. എന്റെ കൂട്ടുകാരൻ നുണ പറയില്ല, ഞാനത് വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഫസുമ്മിയ സിദ്ദീഖ, അബൂബക്കർ ഇബ്നു ഖുഹാഫ എന്ന സ്വഹാബിക്ക് സിദ്ദീഖ് എന്ന പേര് വീണത്. ഞാനത് വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്ത് വന്ന മുസ്ലിമീങ്ങളും വരാനിരിക്കുന്ന മുസ്ലിമീങ്ങളുടെയും ഖൽബിലെ ഈമാൻ മുഴുവനും ചുരണ്ടിയെടുത്ത് തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഖൽബിലെ ഈമാൻ മാത്രം മറ്റൊരു തുലാസിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ തുലാസിന് കനം തൂങ്ങുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈമാൻ പ്രകടമാക്കിയ രംഗമാണിത്. നബിതങ്ങൾ പറഞ്ഞുവല്ലോ, എന്നെ ആളുകൾ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങി. അപ്പൊ അഖ്സാ പള്ളിക്ക് എത്ര വാതിലുണ്ട് ചോദ്യം വന്നു. അഖ്സാക്ക് എത്ര ജനലുണ്ടെന്ന് ചോദ്യം വന്നു. അഖ്സായുടെ സ്റ്റെപ്പുകൾ എത്രയാണ്, തൂണുകൾ എത്രയാണ്? ഞാനിങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു മസ്ജിദുൽ അഖ്സായെ എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഞാൻ അങ്ങനെ നോക്കുന്നു, അവരോട് ഞാൻ മറുപടി പറയുന്നു. അവര് ചോദിക്കുന്നു, ഞാൻ നോക്കി ഇങ്ങനെ മറുപടി പറഞ്ഞു നോക്കുമ്പോ ശരിയാണല്ലോ. കാരണം ഇവര് യാത്ര പോകുന്നവരാ. ഈ ചോദിക്കുന്ന മുശ്രിക്കുകൾ സിറിയയിലേക്ക്, പലസ്തീനിലേക്ക് കച്ചവടത്തിന് പോകുന്നവരാ. അവർക്ക് മസ്ജിദുൽ അഖ്സ കണ്ടിട്ട് പരിചയമുണ്ട്, അവർക്കതറിയാം. അപ്പൊ അവര് ചോദിച്ചു, എന്നാ പിന്നെ ഞങ്ങളുടെ യാത്രാ സംഘം വരുന്നുണ്ടല്ലോ, അവരെവിടെ എത്തിയിട്ടുണ്ട്? അവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കച്ചവട സംഘം നാളെ രാവിലെ എത്തും, നിങ്ങളുടേത് വൈകുന്നേരം, നിങ്ങളുടെ നാളെ ഉച്ചക്ക്, നിങ്ങളുടേത് പറഞ്ഞ രീതിയിൽ. ഒരു കൂട്ടരോട് പറഞ്ഞു, നിങ്ങളുടെ യാത്രാ സംഘം സൂര്യൻ അസ്തമിക്കും എത്തും എന്ന് പറഞ്ഞു. അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് ആ കച്ചവട സംഘത്തിന്റെ ഒട്ടകത്തിന്റെ തലകൾ പ്രത്യക്ഷപ്പെടുകയായി. അവരിങ്ങനെ കാണും, സൂര്യൻ അസ്തമിക്കണവരെ കാത്തുനിന്ന് അത് നടക്കുമെന്ന് കാണട്ടെ. സൂര്യൻ അസ്തമിച്ചു, എവിടെയെന്ന് ചോദിക്കാൻ ഏന്ന് ഓങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഒട്ടകത്തിന്റെ തല കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ അത് നിമിത്തമാകാൻ പോവുകയാണ്. എന്നാൽ വസ്വാസുള്ളവർ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകൾ നിഷേധിക്കുന്നവർ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് സംഭവിക്കും, ഔലിയാക്കന്മാർക്ക് കറാമത്ത് സംഭവിക്കും. ഇത് നിഷേധിക്കുന്നവർക്ക് ഇസ്ലാം എന്ന് പുറത്തു പോകാനുള്ള ഡോർ തുറന്നു കൊടുക്കുകയാണ്. പൊയ്ക്കോളൂ, യുക്തിവാദികൾ അകത്ത് വേണ്ട, നിങ്ങൾക്ക് പുറത്തു പോകാം. അങ്ങനെ പരീക്ഷണമായിരുന്നു പരിശുദ്ധമായ ഇസ്റാഉം മിഅ്റാജും. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് കണ്ട കാഴ്ചകൾ അത്ഭുതമാണ്. വല്ലാഹി നബി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം,
ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്നതൊക്കെ നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ. മിഅ്റാജിന്റെ രാവിൽ കണ്ട കാഴ്ചകൾ അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്നെ അല്ലാഹു കാണിച്ചു തന്നു നരകം കാണിച്ചു തന്നു. നരകവും സ്വർഗവും ഇപ്പോൾ നിലവിൽ അല്ലാഹു സൃഷ്ടിച്ചതായി നിലവിലുണ്ടെന്നാണ് നമ്മുടെ അഹ്ലുസുന്ന ജമാഅത്തിന്റെ അഖീദ. ഇപ്പോഴും നിലവിലുണ്ട് സ്വർഗവും നരകവും. ഞാൻ നരകം എനിക്ക് കാണിക്കപ്പെട്ടു. ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, ഞാൻ അതിൽ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളെയാണെന്ന് റസൂലുള്ളാഹി. അവർ ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, എന്തേ നബിയെ ഞങ്ങൾ അവിടെ കൂടുതൽ കാണാൻ കാരണം? പെണ്ണുങ്ങളുടെ അവരുടെ പ്രസൻസ് ആണ് കൂടുതൽ, എന്തേ ഞങ്ങൾ അവിടെ കൂടാൻ കാരണം? മറുപടി എന്നറിയോ? തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. ഉമ്മമാരെ, സഹോദരിമാരെ, പഠിക്കുന്ന പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുവെങ്കിൽ മനസ്സിലാക്കി വെച്ചേക്കണം, 2 കാരണങ്ങൾ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ താക്കീത് ചെയ്യുകയാണ്. ചെയ്തു പോവല്ലേ. തുക്സിർനൽ ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. ഒരുപാട് ശപിക്കുന്ന വാക്ക് നിങ്ങൾ പറയും, ശാപത്തിന്റെ വചനങ്ങൾ പറയും. വതക്ഫുർനൽ അശീറ, നിങ്ങളുടെ പുതിയാപ്പിളയോട് നിങ്ങൾ നന്ദികേട് ചെയ്യാറില്ലേ? അവര് ചോദിച്ചു, ഞങ്ങൾ എന്ത് നന്ദികേടാ നബിയെ ചെയ്യാറുള്ളത്? ഇന്നഹ്സന ഇലൈകുമുദ് ദഹ്റ കുല്ലഹ്, കാലം മുഴുവനും നിങ്ങൾക്ക് ഉപകാരം ചെയ്ത ഭർത്താവിനെ, ആ ഭർത്താവിനോട് നിങ്ങൾ നന്ദി ചെയ്യാതിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പാർക്കാൻ അന്തസ്സുള്ള വീടുണ്ടാക്കി തന്ന ഭർത്താവ്, നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി തന്ന പുതിയാപ്പിള, എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയാതെ വന്നാൽ, വാങ്ങിച്ചു തരാൻ കഴിയാതെ വന്നാൽ, നിർവഹിച്ചു തരാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ പറയാറില്ലേ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങൾ എനിക്ക് ഒരു ഉപകാരവും ഇതുവരെ ചെയ്തില്ല എന്ന്. കഴിഞ്ഞ കാലത്തെ മുഴുവൻ ഉപകാരങ്ങളും മറന്ന് ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരവുമില്ലെന്ന് പറയാറില്ലേ? ഈ നന്ദികേട് നിങ്ങൾ ചെയ്യുന്നത് നരകത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫിൽ കഷ്ടപ്പാട് ചെയ്ത് ഊണും ഉറക്കവുമില്ലാതെ ഏതെങ്കിലും ഒരു മത്തിമീൻ വാങ്ങി 2 കഷ്ണമാക്കിയിട്ട അവിടെ ബാച്ചലർ റൂമിലും അല്ലാത്തിടത്തും കഴിയുന്നത്. ഇവിടെ ഡെയിലി അയക്കോറയും ആഗോലയും അല്ലേ? അങ്ങനെ വളർത്തിയിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന ആളോ, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷക്കാരനോ, സാധനം വാങ്ങിക്കാൻ സഹായിച്ചു കൊടുക്കുന്നവനോ, അയൽപ്പക്കത്ത് കല്യാണം കഴിക്കാതെ നടക്കുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനോ ഒന്ന് വീട്ടിലേക്ക് കയറി ഇവളോടൊന്ന് പുഞ്ചിരിക്കുമ്പോ കണ്ട നാട്ടുകാരന്റെ കൂടെ അല്ലെങ്കിൽ അന്യ മതസ്ഥരായ അന്യ ജാതിക്കാരുടെ കൂടെ ഇവൾ ഇറങ്ങിപ്പോവാണ്. എന്ത്, എന്റെ പുതിയാപ്പിള ഇതുപോലെ എന്നോട് തമാശ പറഞ്ഞിട്ടില്ല, എനിക്ക് എന്റെ തമാശ പിടിച്ചു, ഞാൻ നിന്റെ കൂടെ പോരാൻ. ഭർത്താവ് ചെയ്തു കൊടുത്ത ആയിരക്കണക്കിന് നിഅമത്തുകൾ മുഴുവനും മറച്ചു വെച്ചിട്ട് ഇതുപോലെ എനിക്ക് വേറെ ആരും ഇങ്ങനെ ഉപകാരം ചെയ്തില്ല, നീ തന്നെ ഒരൊറ്റ സുപ്രഭാതത്തിലെ ഒരു നേരം കണ്ട ഒരു നേരത്തെ പരിചയപ്പെടൽ, ഒരു നേരത്തെ ചിരി, ഒരു നേരത്തെ തമാശ, ആ ഒരു വാക്കിൽ ഇവൾ വീണു. എന്നിട്ട് ഇറങ്ങി ഓടുകയാണ്. മക്കളുണ്ട്, അവിടെ കെട്ടിക്കാനായ കുട്ടികളുണ്ട്, ഒന്നും പ്രശ്നമില്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ വികാരം അടക്കാൻ വേണ്ടി മാത്രം മൃഗങ്ങൾ ചെയ്യുന്ന പണിക്ക് പോവുക. എന്നിട്ട് സ്വന്തം ഭർത്താവും സ്വന്തം വാപ്പയും ഉമ്മയും ചെയ്തു വെച്ച സർവ്വ ഉപകാരങ്ങളും നിങ്ങൾ നിസ്സാരമായി തള്ളിയിട്ട് ഇറങ്ങി ഓടാറില്ലേ? നിങ്ങൾ ചെയ്യുന്നത് നന്ദികേടാണ്. കുഫ്റാനുൻ നിഅമ തക്ഫുർനൽ അശീർ. ഭർത്താവിനോട് ചെയ്യുന്ന ഈ നന്ദികേട് നിങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടാൻ കാരണമായത് ഞാൻ അറിഞ്ഞു വന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, യദ്ഖുലു ഫുഖറാഉ ഉമ്മതി ഖബ്ല അഗ്നിയാഇഹാ ബിനിസ്ഫി യൗമിൻ വയൗമുൻ ഇൻദ റബ്ബിക അൽഫു സന. എന്റെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളാണ് ഞാൻ സ്വർഗത്തിൽ ഒരുപാട് കണ്ടത്. എന്റെ സമൂഹത്തിലെ മുതലാളിമാർ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന്റെ 1/2 ദിവസം മുമ്പ് പാവപ്പെട്ടവർ സ്വർഗത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇങ്ങനെ മുതലാളിമാര് പോകുന്നതിന്റെ 1/2 ദിവസം മുമ്പ് പാവപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. അള്ളാഹുവിന്റെ അരികത്തൊരു ദിവസം എന്ന് പറയുന്നത് അൽഫു സനത്തിൻ 1000 വർഷമാണ് എന്ന് പറഞ്ഞാൽ
പാവപ്പെട്ടവര് സ്വർഗത്തിൽ കയറി 500 കൊല്ലം കഴിഞ്ഞാലാ മുതലാളിമാര് സ്വർഗത്തിൽ കയറുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ആരെ പറ്റിയായി പറയണത്, ആരപ്പി മുതലാളി. ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോഴാ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ആ പാവപ്പെട്ടവനാണോ? ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, എന്ത്, നിനക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രിക്ക് ഭക്ഷണം കിട്ടാറുണ്ടോ? ഇരിക്കല്ല ഫക്കീർ, മുതലാളിയാണ്. വേറൊരുത്തൻ, എനിക്കൊരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ, രാത്രി ഒന്നും കിട്ടാറില്ല. അപ്പൊ ചോദിച്ചു, നിനക്ക് ഈ ഉടുത്ത വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമുണ്ടോ? ഉണ്ട്, ഇരിക്ക്, നീയും പെട്ടിട്ടില്ല, നീയൊക്കെ മുതലാളിയാണ്. അത് ഒരുത്തൻ, എനിക്ക് ആകെ ഒരു ഡ്രസ് തന്നെ ഉള്ളൂ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലായി അടുത്ത നേരത്തിന്റെ കയ്യിലിട്ട് കിട്ടൂല. നീ കടം ചോദിച്ച ആരെങ്കിലും നിനക്ക് കടം തരുമെന്ന് ചോദിച്ചു. തരാറുണ്ട്. അത് നീ വീട്ടാൻ നിനക്ക് കഴിവുണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലേ കടം തരുന്നത്, ഇരിക്ക്, നീയും പെട്ടിട്ടില്ല. അപ്പൊ ആരപ്പ മിസ്കീന്? അല്ല മുതലാളിമാരെ കൂടെ ഇരിക്കണ്ട. അങ്ങനെയൊന്നല്ല, നമ്മളൊക്കെ മുതലാളിമാരാന്ന ഈ കണക്കിൽ. ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് അടുത്ത നേരത്തേക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ നീ മുതലാളിയാണെന്നാണ്. ഒരു വസ്ത്രമല്ലാതെ വേറൊരു പേർ വസ്ത്രം ഉണ്ടെങ്കിൽ നീ മുതലാളിയാണെന്നാണ്. ഇത് രണ്ടുമില്ല, ആരെങ്കിലും ചോദിച്ച കടം തരുമെങ്കിൽ നീ മുതലാളിയാണ്. ഇബ്നു അബ്ബാസ് അതിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, എനിക്കാരും കടം തരൂല്ല, ആകെ ഒരു ഡ്രസ്സ് എനിക്കുള്ളൂ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലായി. നീയാണ് ഈ 500 കൊല്ലം മുമ്പ് പോണ ആള്, അൻത മിൻഹും, നീ അതിൽപ്പെട്ട ആളാണ്. ഈ പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണമേ കിട്ടാറുള്ളൂ, അന്തിക്ക് കിട്ടാറില്ല, ഒരു കൂട്ടം ഡ്രസ്സേ ഉള്ളൂ, വേറെ ആര് കടം ചോദിച്ചാൽ കൊടുക്കൂല. അങ്ങനത്തെ ഒരുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളൊന്നും ഈ പെട്ടിട്ടില്ല. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തോളി, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തോളി. സഹാബി വന്ന് ചോദിച്ചു ഇബ്നു അബ്ബാസ് തങ്ങളോട്, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ, ഞങ്ങൾ മുഹാജിരീങ്ങളെ പെട്ട മിസ്കീന്മാരല്ലേ? ആണോ? എന്തേ, നിനക്ക് ഭാര്യ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്. നിനക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടോ? ഉണ്ട്. എന്നാ ഈ മുതലാളിയാണ്. ആള് പറഞ്ഞു, എന്റെ അടുത്തൊരു വേലക്കാരനുണ്ട്, നീ രാജാവാണ്, അൻത മലിക്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഫക്കീർ, അങ്ങനത്തെ ഫക്കീറന്മാരൊന്നില്ല. പിന്നെ നമ്മൾ കൂട്ടത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഫക്കീറാണ്, അങ്ങനെയല്ലേ? അത്രേ ഉള്ളൂ. സ്വർഗം നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ അക്സറു അഹ്ലിഹിൽ ഫുഖറാ, അതിൽ അധികം ആളുകളും ഫക്കീറന്മാരാണെന്നാണ്. നമ്മൾ ഈ പറഞ്ഞ ഫക്കീറേ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നബി തങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബിന് നബി തങ്ങൾക്ക് അള്ളാഹു ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരാള് ഒരു വലിയ മൂർച്ചയുള്ള പാറയിൽ വന്ന് തല കുത്തിപ്പൊട്ടിക്കുകയാണ്. കൂർത്ത ഒരു പാറയിൽ ചോര ഒലിച്ച് തല പിളരുന്നുണ്ട്. വീണ്ടും ആ തല പൂർവ്വസ്ഥിതിയിലേക്ക് മാറുന്നു. വീണ്ടും തലയെടുത്ത് അടിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ആരാണ് ജിബ്രീലേ? ഇയാൾ എന്താണ് ഇയാൾ ചെയ്യുന്നത്? നബിയേ, കാന ലാ യുസല്ലി, തലക്ക് കനം ബാധിച്ച് നിസ്കരിക്കാത്ത മനുഷ്യനായിരുന്നു ഇയാൾ. നിസ്കരിക്കാറില്ലായിരുന്നു. നിസ്കരിക്കാത്തത് കൊണ്ട് ആ തലക്ക് ഭാരമുണ്ടായിരുന്ന സംഗതിക്ക് അള്ളാഹു ഇവിടെ കൊടുക്കുന്ന ശിക്ഷയാണിതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, പ്രായപൂർത്തിയായ ആണും പെണ്ണും നിസ്കാരം ഖളാ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് ഖളാ വീട്ടിക്കോളൂ. കഴിയുന്നതൊക്കെ വീട്ടിക്കോളൂ. ഒരു നിസ്കാരത്തിന്റെ കൂടെ ഒരു ഫർള് അല്ലെങ്കിൽ 2 ഫർള് നഷ്ടപ്പെട്ട എത്രയാണോ ഖളാ വീട്ടിക്കോ. കുറെ പ്രായമായ ആളുകൾ നിസ്കാരിപ്പ തുടങ്ങിയിട്ടുള്ളൂ, ഖളാ വീട്ടിക്കോളൂ. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും, പടച്ചവനെ, എങ്ങാനും എനിക്ക് മുഴുവൻ നിസ്കരിക്കാൻ പറ്റാതെ ഞാൻ മരിച്ചുപോയാ എനിക്ക് മാപ്പ് തരണേ. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും ചെയ്യാ, നിസ്കാരം ഖളാ വീട്ടും ചെയ്യാ. നമ്മളതാ പറയാം, അവര് സുന്നത്തല്ല നിസ്കരിക്കേണ്ടത്. സുന്നത്ത് നിസ്കരിക്കാനുള്ള ആരോഗ്യമുണ്ടോ? നീ ഫർള് നിസ്കരിച്ചോ, 2 റക്അത്ത് സുബഹി ഖളാ വീട്ടിക്കോ. സുന്നത്ത് നിസ്കാരം ഹറാമാന്ന് അല്ലെങ്കിൽ പറ്റൂല എന്നൊക്കെ ഉസ്താദ്മാർ പറയുമ്പോൾ, എന്നാലേ ഞാൻ തറാവിക്ക് നിസ്കരിക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നിനക്ക് നിസ്കരിക്കാനുള്ള കഴിവുണ്ടോ? നീ ഫർള് നിസ്കരിക്കണം. അതിന്റെ അർത്ഥം തറാവി നിസ്കരിക്കാതെ കൈ കെട്ടിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നിനക്ക് തറാവിഹിനേക്കാളും നിനക്ക് നിർബന്ധമായൊരു സംഗതി ബാക്കി നിൽക്കാൻ, നിന്റെ ഫർള് നീ ഖളാ വീട്ടിക്കോ. 2 സുബഹി ആയിട്ട് ഖളാ വീട്ടിക്കോ, അല്ലെങ്കിൽ 4 റക്അത്തായിട്ട് ളുഹ്റോ അസ്റോ ഖളാ വീട്ടിക്കോ, ഇശാ ഖളാ വീട്ടിക്കോ. നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബിനെ കാണിച്ചു കൊടുത്തു. വേറെ ചില ആളുകളുണ്ട്, അവരുടെ നാവ് വലിച്ചു നീട്ടിയിട്ട് ഇരുമ്പിന്റെ കൊളത്തുകൊണ്ട് ശരീരത്തിൽ അവരുടെ കവിളുകളിൽ അവര് കമ്പി കൊണ്ട് വലിച്ചു കീറുന്നുണ്ട് മലക്കുകള്. നാവും വായും വലിച്ചു കീറപ്പെടുന്നുണ്ട്. ആരാണിവർ? യഷ്ദിഖൂന വുജൂഹഹും,
മുഖം പറിച്ചു കീറുന്ന ആളുകൾ ആരാണെന്നറിയുമോ? മറ്റുള്ളവരുടെ ഇറച്ചി തിന്നവരാണ്. ഗീബത്തും നമീമത്തും പറയുന്നവര്, മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിൽ എഴുതിവിടുന്നവരെ, കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവരെ. വായ കൊണ്ട് മാത്രമല്ല, ഇന്നൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളി. അവനവന്റെ ഖബറിൽ പോയി കിടക്കുമ്പോ കൈയിടി തരാൻ ആളുണ്ടാവില്ല. അവനവൻ ചെയ്യുന്ന ഗീബത്തിന്റെയും നമീമത്തിന്റെയും പരിണത ഫലങ്ങൾ അവനവന്റെ ഖബറിൽ കിടന്ന് ആസ്വദിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. നാളെ അവരുടെ കവിളും നാവും ശരീരം മുഴുവനും ഇരുമ്പിന്റെ കൂർത്ത മുന കൊണ്ട് അവർ പറിച്ചു ചീന്നുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആളുകളെ വേദനിപ്പിക്കുന്നവരാണവർ, മനുഷ്യരെ പറ്റി പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്നവരാണവർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്നായി ശ്രദ്ധിച്ചോളി മുഅ്മിനെ. അല്ലാഹു തആല നമ്മെ നാവ് സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമ്മുടെ നാവ് സൂക്ഷിക്കാൻ തൗഫീഖ് തരട്ടെ. വേറെ ഒരു കിണർ കണ്ടു നബി തങ്ങൾ. ഒരു പുഴ കണ്ടിട്ടുണ്ട്. ചുവന്ന ഒരു ചെമന്ന നിറമുള്ള പുഴയായിരുന്നു അത്. അതിലൊരാൾ ഇങ്ങനെ നീന്തുന്നുണ്ട്. അയാള് നീന്തി കരയിലേക്ക് എത്താറാകുമ്പോഴേക്കും കരയിലിരുന്ന് കുറെ ആളുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ കല്ലെടുത്ത് അയാൾ എറിയുന്നുണ്ട്. ആ കരയിലേക്ക് തളർന്ന് നീന്തി ക്ഷീണിച്ച് കരയിലേക്ക് എത്താറാകുമ്പോഴേക്കും കല്ലിന്റെ ഏറ് സഹിക്കാൻ കഴിയാതെ വീണ്ടും തിരിച്ച് വെള്ളത്തിലേക്ക് നടുവിലേക്ക് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും ഏറ് വരുന്നു. അങ്ങനെ ഒരിക്കലും കര പറ്റാൻ കഴിയാതെ, ഒരിക്കലും കരയിലേക്ക് കയറാൻ പറ്റാതെ വെള്ളത്തിൽ ക്ഷീണിച്ച് തളർന്ന് ഏറ് കൊണ്ട് കഴിയുന്ന ആളുകൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് പലിശ തിന്നുന്നവരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഒട്ടിപ്പലിശക്ക് കൊടുക്കുന്നത്. പലിശടപാടുകൾ, ബാങ്കുമായുള്ള പലിശടപാടുകൾ പച്ച ഹറാമുകളല്ലേ? ലോൺ എടുക്കുന്നത് ഹറാമല്ലേ? പലിശ ബാങ്കുകളിൽ നിന്ന് സ്വർണം കൊടുത്തിട്ടോ ലാൻഡ് കൊടുത്തിട്ടോ മോർഗേജ് ചെയ്തിട്ട് പലിശ ബാങ്കുകളുമായി ചെയ്യുന്ന ഇടപാടുകൾ ഹറാമുകളാണ്. ആർക്കാണതിൽ സംശയമുള്ളത്? വണ്ടിക്ക് ലീസ് കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 50,000 വാങ്ങ, നീ ഒരു മാസം വണ്ടി ഉപയോഗിച്ചോ, നീ തിരിച്ചെടുക്കുമ്പോ 50,000 തിരിച്ചു തരാം. പച്ച ഹറാമല്ലേ അത്? കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ. നിങ്ങൾ കടം വാങ്ങിയിട്ട് അതിന് പകരം ഒരു ഉപകാരം എടുക്കുന്നുവെങ്കിൽ അത് പലിശയാണ്. 50,000 കടം വാങ്ങിയ പോലല്ലേ ഇത്? കടം വാങ്ങി തിരിച്ചു കൊടുക്കുക, പക്ഷെ അതിന്റെ പകരം നിങ്ങൾ ഒന്ന് ആസ്വദിച്ചു. അയാളുടെ വാഹനം വാടക കൊടുക്കാതെ. ഹറാമാണത്. നമുക്കറിയോന്നറിയില്ല. ഹറാമല്ലേ? ഹറാമാണ്. പലിശ ഇടപാടുകൾ വർദ്ധിക്കുന്ന കാലമാണിത്. ഇനി ഖിയാമത്ത് നാളാകുന്തോറും പലിശയുടെ ഇടപാടുകൾ വർദ്ധിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ചയായ ഓപ്പണായ പലിശകളും അല്ലാത്ത ഹിഡനായി കിടക്കുന്ന, ഉള്ളിൽ കിടക്കുന്ന പലിശകളും. നിങ്ങളും അല്ലാഹു മാത്രം അറിയുന്ന വിഷയങ്ങളാണിത്. സമ്പത്ത് ശുദ്ധമായില്ലെങ്കിൽ നാളെ കരപ്പറ്റാൻ സാധിക്കാതെ വിധം തീയിന്റെ വെള്ളത്തിൽ അല്ലാഹു അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലാഹുവിന്റെ ഹബീബിനെ കാണിച്ചു കൊടുക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ഞാനും എന്റെ കൂടെ വന്ന മലക്കുകൾ രണ്ടുപേരും ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ നരകം ഞങ്ങൾ കണ്ടു. അല്ലാഹു ഞങ്ങൾക്ക് നരകം കാണിച്ചു തന്നു. നരകം കാണിച്ചു തന്നു. നോക്കുമ്പോൾ നരകം മൂടപ്പെട്ടിരിക്കുന്നു. നരകത്തെ ഒരു കിണർ പോലെ ഞങ്ങൾ കണ്ടു. ഒരു കിണർ പോലത്തെ നരകത്തിന്റെ ഒരു ഭാഗം. അതിലൊരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും അതിലുണ്ട്. വസ്ത്രങ്ങളില്ലാതെ കിടക്കുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും. ആ പാത്രത്തിന്റെ താഴെ തീയാണ്. അതിന്റെ മേൽഭാഗം ഇടുങ്ങിയത്, ഉള്ളു വിശാലമായതാണ്. അടിയിൽ നിന്ന് നരകത്തിന്റെ ചൂടുള്ള ഈ ലോകത്തെ തീയിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള തീയാണ് നരകത്തിൻ്റെതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തീ ഇങ്ങനെ വരുമ്പോ സഹിക്കവയ്യാതെ പുറത്തിറങ്ങി ഓടാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് എല്ലാരും മേലോട്ട് തലപൊക്കി ആ പാത്രത്തിന്റെ മുകളിലേക്ക് വരുമ്പോ ആർക്കാർക്കും പുറത്ത് കടക്കാൻ കഴിയാത്ത വിധം അതിൽ ഇടുങ്ങി നിൽക്കുകയാണ്. ഒരുപാട് നേരം തീ അവരെ എരിഞ്ഞ് പൊരിച്ചിട്ട് അപ്പോഴേക്കും പുതിയ തൊലി വന്നു. നേരെ താഴേക്ക് വീഴുന്നുണ്ട്. വീണ്ടും തീ വന്ന് പൊക്കുകയാണ്. ആരാണിവര്? ജിബ്രീലേ. മൻഹും യാ ജിബ്രീൽ എന്ന് അഷ്റഫുൽ ഖൽഖ് ചോദിച്ചപ്പോൾ ഹുമുസ്സുനാതു യാ റസൂലല്ലാഹ്. വിവാഹം ചെയ്തൊരു പുരുഷനെയോ വിവാഹം ചെയ്തൊരു പെണ്ണിനെയോ ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കേണ്ടതിന് പകരം വിവാഹം ചെയ്യാതെ വ്യഭിചാരം ചെയ്ത് നടന്നിരുന്ന ആളുകളാണിവർ. വ്യഭിചാരികളാണ് നബിയെ. ഇവര് അന്യ പെണ്ണിന്റെ കൂടെ കിടന്നവരാണ്, അന്യാണിന്റെ
അറിഞ്ഞുകൂടെ കടന്നു കൊടുത്തവരാണ്. അവരെ അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് നരകത്തിന്റെ കാഴ്ച റസൂലിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലു ലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. നിങ്ങൾ അതിന്റെ അരികത്തേക്ക് പോകല്ലേ. ഒരു പെണ്ണിന്റെ ചിത്രം പോലും നീ നോക്കണ്ട, വ്യഭിചാരം നീ കാണണ്ട, അതിലേക്ക് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളോ വീഡിയോകളോ നീ കാണല്ലേ, അതിലേക്ക് തോന്നിപ്പിക്കുന്ന കഥകൾ നീ കേൾക്കല്ലേ. നിന്റെ ചെവി കൊണ്ട് ചെയ്യുന്ന ഹറാമാണത്. ചിത്രങ്ങൾ കാണുന്നത് കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. മനസ്സുകൊണ്ടത് ആസ്വദിക്കുന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണെന്ന് 1000 തവണയല്ലേ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചത്. അതൊന്നും നോക്കാതിരുന്ന് അശ്ലീലമായത് കണ്ടവരോ കേട്ടവരോ ആണിത് നബിയെ, അത് ചെയ്തവരോ ആണ് അവർ അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മിഅ്റാജിന്റെ രാവിൽ പഠിപ്പിച്ചു കൊടുത്തു അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു ജല്ല ജലാലു. അതുകൊണ്ട് ഹബീബ് പറയുമായിരുന്നത് ലൗ തഅലമൂന മാ അലം ലളഹഖ്തും ഖലീലാ വലബകൈതും കസീറാ. പരലോകത്തിന്റെ ശിക്ഷയും നാളെ അല്ലാഹുവിന്റെ ലോകവും എത്ര ഗൗരവമാണെന്ന് ഞാൻ കണ്ട പോലെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹഖ്തും ഖലീലാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നുവെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള യാത്രയാണ് മിഅ്റാജിന്റെ യാത്ര. അതിൽ ഏറ്റവും വലിയ രസം അന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന് ഫർള് നിസ്കാരം കൊടുക്കുന്നത്. അള്ളാഹു തആല എല്ലാ അഹ്കാമുകളും ഭൂമിയിൽ ഇറങ്ങിയതാണ്. എല്ലാം ഭൂമിക്കാ വന്നത്. സകാത്ത് കൊടുക്കണമെന്ന് ഭൂമിക്ക് വന്ന വഹയാണ്. ഹജ്ജ് ചെയ്യണം ഭൂമിയിലേക്ക് വന്നതാ. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, റമളാൻ മാസം നോമ്പ് നോൽക്കണം. ഭൂമിയിലേക്ക് വന്ന വഹയാണ്, ഭൂമിയിലേക്ക് വന്ന കൽപ്പനയാ. പക്ഷെ ആകാശത്തേക്ക് നബിയെ കൊണ്ടുപോയി അവിടുന്ന് കൊടുത്തതാ നിസ്കാരത്തിന്റെ വിഷയം. അതാണ് അത്ഭുതം. നിസ്കാരം അവിടെ കൊണ്ടുപോയി കൊടുത്തതാ. ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ കണ്ടപ്പോൾ കൊടുത്തു, അല്ല വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളൊരു സമ്മാനം ഒരാൾക്ക് കൊടുക്കുന്നത് വ്യത്യാസമില്ലേ? അങ്ങനെ കൊടുത്ത സംഗതിയാ. അതിലൊരു പഠിക്കാനൊരു പാഠമുണ്ട്. നബി തങ്ങൾക്ക് അല്ലാഹു സമ്മാനം കൊടുത്തത് എത്ര വക്ത് നിസ്കാരം എത്രയായിരുന്നു? 50. ആ ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 50 കൊടുത്തു. ആരെ കണ്ടു വഴിയിൽ? സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി നബിതങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് നബിതങ്ങളും മൂസ നബിക്കിടയിൽ എത്ര പ്രാവശ്യം പോയി? 9 പ്രാവശ്യം. അങ്ങനെ 50 എത്രയായി ചുരുങ്ങി? 5 ചുരുങ്ങി. എന്റെ ചോദ്യം, ഇത് അള്ളാഹ് ആദ്യം 5 കൊടുത്തുകൂടായിരുന്നോ? എന്റെ അള്ളാഹു ആദ്യം 50 കൊടുത്തത്? അള്ളാഹ് അറിയില്ല. നബിതങ്ങൾ കാണും മൂസ നബിയെ. നമ്മൾ എപ്പോഴാണ് മരിക്കണം എന്ന് അള്ളാഹ് അറിയില്ലേ? നബിതങ്ങൾ മൂസ നബിയെ കാണുന്ന അള്ളാഹ് അറിയില്ലേ? എന്നാ പിന്നെ ആദ്യമേ 50 കൊടുത്താൽ പോരായിരുന്നു? എന്തിനാ നബിതങ്ങളെ നടത്തിയത്? 5 ചുരുക്കി. തിൽക ഖംസുൻ ബിഖംസീൻ. നബിയെ, ഇത് 5 വക്ത് നിസ്കാരാണ് കേട്ടോ, പക്ഷെ ഇതിന് 50 നിസ്കാരത്തിന്റെ കൂലി ഞാൻ തരും എന്ന് അള്ളാഹു പറയുമാർ. എന്തിന് 50 ആദ്യമേ കൊടുത്തു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കിക്കണോ? ജുഹ എന്ന് പറയുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. ജുഹ എന്ന് പറഞ്ഞ അറബിയിലെ ഒരു തമാശക്കാരുണ്ടല്ലോ, തുർക്കിക്കാരനാ ജുഹ. വേദ പറയാൻ നിന്നിട്ട്, ഞാൻ എന്താ പറയാൻ പോണത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അറിയില്ല, മൂല്യരെ പറഞ്ഞേരി, ഈ വിവരമില്ലാത്ത നിങ്ങളോട് ഞാൻ പറയില്ല എന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം വന്നിട്ട് ചോദിച്ചു, അടുത്ത ജുമയ്ക്ക് പ്രസംഗണ്ടേ, ഞാൻ എന്താ പറയാൻ പോണ നിങ്ങൾക്ക് അറിയോ? അറിയൂ. ഇത്ര വിവരമുണ്ടെങ്കിൽ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അടുത്ത ആഴ്ച വന്ന് ചോദിച്ചു. ഒരു കൂട്ടത്തിൽ ഇത് 2 മൂല്യരെ വേദ പറയാതെ പോയ വിഷയമാണല്ലോ. അപ്പൊ ഒരു കൂട്ടർ ഞങ്ങൾ അറിയുന്ന പറയാൻ ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞേക്ക്. ഒരു കൂട്ടർ പറയും ഞങ്ങൾക്ക് അറിയും. നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾക്ക് അറിയില്ല. എന്നാ അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞിടത്തോളം പോവുന്ന. സുബ്ഹാനല്ലാഹ്. ഈ വിഷയങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ നബിതങ്ങൾക്ക് എന്തിനായി 50 കൊടുത്തത്? പിന്നെ എന്തിനായി 5 ചുരുക്കിയത്? ആദ്യം കൊടുത്തുകൂടായിരുന്നോ? പറയാൻ വലിയ അത്ഭുതകരമായൊരു വിഷയമുണ്ട്. ഒരു നിസ്കാരം നിർവഹിക്കാൻ 5 വക്ത് നിസ്കാരത്തിൽ ഒരു നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് ആവറേജ് ഏകദേശം ബാങ്ക് കൊടുക്കുക, അപ്പൊ ജോലിയൊക്കെ നിർത്തിവെക്കുക, കയ്യും കാലൊക്കെ കഴുകുക, ഉളു കൊടുക്കുക, അത് ബാത്റൂം പോകണമെങ്കിൽ ബാത്റൂം പോവുക, ഉളു എടുത്ത് വൃത്തിയായി നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി സുന്നത്തൊക്കെ നിസ്കരിച്ച് ഫർദ് നിസ്കരിച്ച് അതിന്റെ ശേഷം സുന്നത്തും കഴിഞ്ഞ് പോരാൻ ഒരാൾക്ക് 20 മിനിറ്റ് വേണമെന്ന. ഉസ്താദ് എനിക്ക് 2 മിനിറ്റ് കൊണ്ട് അത് മുഴുവൻ ചെയ്യുമെന്ന് പറയുന്നവരുണ്ടാവും ചിലപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ.
ഒരു ആവറേജ് അള്ളാനെ പേടിയുള്ള മനുഷ്യൻ നിസ്കരിക്കണമെങ്കിൽ 20 മിനിറ്റ് വരുന്ന. എങ്ങനെ? ഈ നിസ്കാരത്തിന്റെ ഒരുക്കങ്ങളും സുന്നത്തൊക്കെ കൂട്ടിയാലോ കേട്ടോ. അപ്പൊ 5 വക്ത് നിസ്കാരത്തിന് എത്ര സമയം വേണം? എത്ര മിനിറ്റ് വേണം? 100 മിനിറ്റ് വേണം. 50 വക്ത് നിസ്കാരത്തിന് എത്ര മിനിറ്റ് വേണം? 1000 മിനിറ്റ് വേണം. അല്ലേ? ശരിയല്ലേ? കണക്കിൽ പണ്ടേ നമ്മള് മോശമാണോ? അങ്ങനെയാണോ? ഇപ്പൊ ഉഷാറല്ലേ? 5 വക്ത് നിസ്കാരത്തിന് 100 മിനിറ്റ്, 50 വക്ത് നിസ്കാരത്തിനോ 1000 മിനിറ്റ്. 1000 മിനിറ്റ് വേണമെന്ന് മനസ്സിലായി അല്ലേ? ഒരു മനുഷ്യൻ ജീവിതത്തിൽ 24 മണിക്കൂറാണ് നമ്മളൊരു ദിവസം. 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിൽ 7 to 8 മണിക്കൂർ ഒരു മനുഷ്യൻ വിശ്രമിക്കണമെന്ന, ഉറക്കായിട്ടും വിശ്രമമായിട്ടും വേണമെന്ന. ഒരു 8 മണിക്കൂർ നല്ല ആരോഗ്യകരമായ നിലനിൽപ്പിന് അത്ര വേണമെന്നാണ്. അപ്പൊ 24 എത്ര മണിക്കൂറേ ബാക്കിയുള്ളൂ? 8 പോയാൽ അല്ലെങ്കിൽ 7 പോയാൽ ഒരു 16 മണിക്കൂർ, 16.5 അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം 16.5 മണിക്കൂറാണ്. ഇനി 1000 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 1000 മിനിറ്റ് വേണ്ട 50 വക്ത് നിസ്കരിക്കണമെങ്കിൽ. 50 വക്ത് നിസ്കാരം അല്ലാഹു ഫർളാക്കിയിരുന്നെങ്കിൽ 1000 മിനിറ്റ് നിസ്കരിക്കാൻ തന്നെ വേണം. അപ്പൊ 1000 മിനിറ്റ് എത്ര മണിക്കൂറാണ്? കൂട്ടിക്കോളി, കാൽക്കുലേറ്റർ കൂട്ടിക്കോളി. അറിയോ? പറഞ്ഞിട്ട് കിട്ടിയൊരു 16 പോയിന്റ് സംതിങ്. 16 പോയിന്റ് എത്ര? 6 സംതിങ്. അപ്പൊ 16.5 മണിക്കൂർ വേണം 50 വക്ത് നിസ്കരിക്കാൻ. അതിനർത്ഥം എന്താ? നിങ്ങൾ ഉണർന്നാൽ മുഴുസമയവും നിസ്കാരത്തിലാണെന്ന ബോധത്തിൽ ജീവിക്കണം കേട്ടോ. ഇത് പഠിപ്പിക്കാനാ 50 വക്ത് കൊടുത്തത്. 5 വക്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടല്ലേ? ഞാൻ അള്ളാന്റെ അടുത്ത് ഫ്രീ ആയി എനിക്ക് തോന്നിയത് ചെയ്യാം അല്ല. പള്ളിയിൽ ചെല്ലുമ്പോൾ നീ കണ്ണ് സൂക്ഷിക്കണില്ലേ? പള്ളിയിൽ ചെല്ലുമ്പോ നാവ് സൂക്ഷിക്കുന്നില്ലേ? പള്ളിയിൽ ചെല്ലുമ്പോ കൽബ് സൂക്ഷിക്കണില്ലേ? അള്ളാഹിനെ പറ്റിയല്ലേ ചിന്തിക്കുന്നത്? എങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും നീ അള്ളാന്റെ മുമ്പിലാണ്. 50 വക്ത് നിനക്ക് തന്ന പോലെ 50 വക്തെങ്ങാനും അള്ളാഹു തന്നിരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നവരെ നിസ്കരിക്കേണ്ടി വരും. 16.5 മണിക്കൂർ വേണം 50 വക്ത് നിസ്കരിക്കാൻ. അത് നീ ഉണർന്നിരിക്കുന്ന സമയമാണ്. അതിനർത്ഥം ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും അള്ളാഹുവിന്റെ മുമ്പിലാണ് നീ ജീവിക്കുന്നത് എന്ന ബോധം വേണം കേട്ടോ. ഇത് പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖിന് 50 അള്ളാഹു കൊടുത്ത് 5 ആക്കി ചുരുക്കിയത്. 5 വക്താണ് നബിയെ, പക്ഷെ 50ന്റെ കൂലി ഞാൻ കൊടുക്കും. ആരാ? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, റബ്ബേ നിന്റെ ഔദാര്യം. പള്ളിക്ക് മുമ്പ് പള്ളിയുടെ പുറത്ത് ഒരുപാട് ഔദാര്യമുണ്ടല്ലോ റബ്ബേ, നിന്റെ ഔദാര്യം നീ എനിക്ക് തരയണമേ. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, കടക്കുമ്പോ നിന്റെ റഹ്മത്തിൽ നീ താപടച്ചവനെ എന്ന് പള്ളിന്റെ ഉള്ളിലേക്ക്. പുറത്തു പോകുമ്പോ ഔദാര്യം തരയണമേ. ഉള്ളിലും പുറത്തും അല്ലാഹുവിന്റെ പ്രീതി കിട്ടാനും കൂലി കിട്ടാനും ഒരുപാട് ഇബാദത്തിന്റെ അവസരങ്ങളുണ്ട്. ഇത് പഠിപ്പിക്കാനാണ് 50 വക്ത് അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു കൊടുത്തതെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നിസ്കാരം നിലനിർത്തുന്നവരാക്കി അല്ലാഹു നമ്മെ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തിരുസന്നിധാനം, അള്ളാഹുവിന്റെ തിരുദാത്ത് നബിതങ്ങൾ കണ്ടു. കൈഫ വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെയാ നമുക്കറിയില്ല, പക്ഷെ നബിതങ്ങൾ കണ്ടു. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അൻ-നഈമ ഇദാ റഅൗഹു ഫയാ ഖുസ്റാന അഹ്ലൽ ഇഅ്തിസാലി. ഇസ്ലാമിൽ പഴച്ചുപോയൊരു വിഭാഗമുണ്ട്, മുഅ്തസിലി എന്ന് പറയുന്നവരെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് പുറത്തുപോയവരെ. അവരുടെ വിശ്വാസപ്രകാരം അല്ലാഹുവിനെ കാണാൻ കഴിയില്ല എന്നാൽ അല്ലാഹുവിനെ കാണാൻ സാധിക്കുമെന്ന് മുത്തുനബി തന്നെ പറഞ്ഞുവല്ലോ. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ. 14 രാവിലെ ചന്ദ്രനെ എത്ര മനോഹരമായി നിങ്ങൾ കാണുന്നുണ്ടോ, തിക്കും തിരക്കും കൂടാതെ. അങ്ങനെ നാളെ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെ? വൽ കൈഫ മജ്ഹൂലുൻ, എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ കാണാൻ പറ്റും. അല്ലാഹുവിന്റെ നൂറിന്റെ സിത്ർ അല്ലാഹു, ആ മറ അല്ലാഹു നീക്കി തന്നാൽ അല്ലാഹുവിനെ കാണാൻ കഴിയുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കാണാൻ സാധിക്കുന്ന സ്വർഗ്ഗത്തിലെ മണ്ഡലമാണ് ഇല്ലിയീൻ എന്ന് പറയുന്ന ലോകം. അവിടേക്ക് എത്താൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നിബിതങ്ങൾ പരിശുദ്ധമായ നിബിതങ്ങളുടെ കാലുകൊണ്ട് സ്വർഗം നിബിതങ്ങൾ കണ്ടിട്ടുണ്ട്. നിബിതങ്ങൾക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്ന കൊട്ടാരം നിബിതങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ എന്റെ പിന്നിൽ ഒരു കാലൊച്ച കേട്ടു. ഞാൻ അത് നോക്കുമ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, എമ്പാടും ക്ഷമിച്ചിരുന്ന റുമൈസ ബീവിയെ ഞാൻ അവിടെ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി തങ്ങൾ കണ്ടു അവിടെ ഒരു കൊട്ടാരം. അവിടുന്ന് ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്റു, ഈ കൊട്ടാരം ആരുടേതാണ്? അവര് പറഞ്ഞു, ലി ഉമറ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. ഒരു കൊട്ടാരവും അതിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി നിൽക്കുന്നുണ്ട്. ആർക്കാണത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഞങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ആ കൊട്ടാരം ഒന്ന് വാതിലൊക്കെ ഒന്ന് തുറന്ന് അതിന്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് വിസ്തരിച്ച് കണ്ടാലോ എന്ന് ഞാൻ കൊതിച്ചുപോയി. ഉമറേ, നിങ്ങൾ വല്ലാതെ ഗീറത്ത് ദേഷ്യമുള്ള ആളാണല്ലോ, അതോർത്തുകൊണ്ട് ഞാൻ കടന്നില്ല. സ്വകാര്യതയിലേക്ക് ഇടപെടുന്നത് ഉമർ എന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഉമറേ, കയറിയാലോ എന്ന് ഞാനൊന്ന് കൊതിച്ചിരുന്നു. യാ റസൂലല്ലാഹ്, നബിയേ, അലൈക അഗാറു യാ റസൂലല്ലാഹ്, അങ്ങേക്ക് കയറിക്കൂടായിരുന്നു നബിയേ, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ റസൂലേ? ആര് ചോദിച്ചു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നടക്കാൻ പോകുന്ന സംഗതികൾ നടന്നതായി നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത യാത്രയാണ് ഇസ്രാഉം മിഅ്റാജും. നബി തങ്ങൾ ഒരു കാഴ്ച കൂടെ കണ്ടു, ഒരു സ്വഹാബിയെ കൂടെ കണ്ടു. ആ സ്വഹാബി മദീനയിലേക്ക് എത്തിയപ്പോൾ, മിഅ്റാജ് കഴിഞ്ഞ് മക്കയിലേക്ക് എത്തിയപ്പോൾ ആ സ്വഹാബി നബിയുടെ കൂടെയുണ്ട്. പക്ഷേ ആ സ്വഹാബിയെ നബി തങ്ങൾ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ സ്വഹാബി തൊലി നിറമുള്ള സ്വഹാബിയായിരുന്നില്ല. ആ സ്വഹാബിയാണ് അന്നൊരിക്കൽ മക്ക ഫതഹ് നടക്കുമ്പോൾ കഅബയുടെ ചുമരുകൾ ചവിട്ടിക്കയറി ആദ്യമായി മക്കയിൽ വാങ്ക് വിളിച്ചത് ഈ സ്വഹാബിയാണ്, മറ്റാരുമല്ലല്ലോ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാലേ, സബഖ്തനീ യാ ബിലാൽ, ബിലാലേ, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എത്തുന്നതിന്റെ മുമ്പേ നിങ്ങൾ അങ്ങോട്ട് എത്തിയല്ലോ. നബി തങ്ങൾ എത്തുന്നതിന് മുമ്പേ എത്തിയതോ? നബിയല്ലേ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത അന, ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്നത് ഞാനാണെന്ന് നബി പറഞ്ഞില്ലേ? പിന്നെങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു എത്തിയത് എന്ന് ഉലമാ ഈ ഹദീസുകളെ തത്ബീഖ് ചെയ്യും. ഒരു കണ്ണും കാണുമ്പോഴേക്കും ഒരു ഹദീസ് കാണും, അങ്ങ് വിളിച്ചു പറയാൻ പറ്റൂല. അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് നോക്കിയിട്ട് അവരർത്ഥം പറയാ. ബിലാൽ തങ്ങൾ പോകുന്നത് സബ്ഖു ഖിദ്മത്തിൻ, നബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ വേലക്കാരൻ ആദ്യം പോവണ്ടേ എന്നല്ലാതെ ലാ സബ്ഖു ഷറഫിൻ, ആദ്യമേ പോകുന്ന മഹത്വം നബിക്ക് തന്നെ. ഒരു VIP വരുന്നുണ്ടെന്ന് വിചാരിക്കുക, അയാളുടെ അംഗരക്ഷകർ ആദ്യം വന്ന് ഇവിടെ പരിശോധിക്കൂലേ എന്ന പോലെ ഹബീബ് കടക്കാൻ ചെല്ലുമ്പോൾ നബി തങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി കൊടുക്കാനുള്ള പോക്കാണത്. അങ്ങനെ ആദ്യം പോകുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിമ സബഖ്തനീ യാ ബിലാൽ, ബിലാലേ, നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് മുമ്പേ സ്വർഗ്ഗത്തിലെത്തിയതെന്ന നബിയുടെ ചോദ്യത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത് എന്നതിന് മറുപടി, ഞാനൊന്നും ചെയ്തില്ല നബിയേ, ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം, എപ്പോൾ എനിക്ക് വുളു മുറിയുന്നുണ്ടോ ഉടനെ ഞാൻ വുളു എടുക്കും. ഒന്ന് ബാത്റൂമിൽ പോയാൽ വുളു എടുത്ത് പുറത്തു വരും. വാഹനത്തിൽ പോകുമ്പോൾ വുളു ഉണ്ട്, നടന്നു പോകുമ്പോൾ വുളു ഉണ്ട്. എപ്പോഴും 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ വുളുഇന്റെ അവസ്ഥയിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റൂലേ? ഞാൻ നബിയേ എപ്പോൾ വുളു മുറിഞ്ഞാലും ഞാൻ ഉടനെ വുളു എടുക്കാറുണ്ട്. വുളു എടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്തോ അതിലേറെയോ നിസ്കരിക്കാറുമുണ്ട് നബിയെ. വുളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. കറാഹത്ത് നിസ്കാരം കറാഹത്തുണ്ട് എന്ന് പറഞ്ഞ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ വുളു എടുത്തു, 2 റക്അത്ത് അപ്പോഴും നിസ്കരിക്കുക. അസ്ർ കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് വരെ മുത്തലഖ് സുന്നത്തുകളില്ലെന്നാണ്. പക്ഷെ ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ വുളുഇന്റെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. ഖബലിയായ സബബുകൾ ഉള്ളതൊക്കെ നിസ്കരിക്കാൻ പറ്റുമല്ലേ നമ്മുടെ മസ്അല. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, ഞാൻ എപ്പോഴും വുളു ചെയ്യാറുണ്ട്. വുളു ചെയ്തു കഴിഞ്ഞാൽ 2 റക്അത്ത് ഞാൻ ഉടനെ നിസ്കരിക്കും. അതാണ് ബിലാൽ എന്നവരെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കടത്താൻ കാരണമായ അമൽ, അള്ളാഹുവിന് ഇഷ്ടമായത് നിങ്ങളുടെ ആ വുളൂവും അതിനെ തുടർന്ന് നിങ്ങൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരവുമാണെന്ന് പരിശുദ്ധ നബിയോട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ VIP കടന്നു പോകുന്ന കാഴ്ച നബി തങ്ങൾ കാണുന്നുണ്ട്.
അള്ളാഹുവിന്റെ ഹബീബും അനുയായികളും സ്വർഗത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ സിറാത്തും മീസാനും നബി കാണിക്കപ്പെട്ടു. സ്വരീഫുൽ അഖ്ലാം ഇസ്തവൈ ഇർതഫഅതു ഇലാ മുസ്തവൻ സമിഅതു ഫീഹി സ്വരീഫൽ അഖ്ലാം. അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഗതികൾ രേഖപ്പെടുത്തുന്നവരുടെ എഴുത്ത് നടക്കുന്ന സ്ഥലവും ഞാൻ കണ്ടു. ഞാൻ സ്വരീഫുൽ അഖ്ലാം പേനകൾ എഴുതുന്ന ശബ്ദം എന്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വല്ലാത്തൊരു യാത്ര കഴിഞ്ഞിട്ടാണ് 7 ആകാശങ്ങളും കയറി ചെന്ന് അള്ളാഹുവിന്റെ അത്ഭുത ലോകം കണ്ട് ഇത് സിദറെ അലങ്കരിക്കുന്നതെല്ലാം ഒന്ന് അലങ്കരിച്ചപ്പോ സിദറ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്, സ്വർഗലോകത്തെ വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ആ സിദറത്തുൽ മുൻതഹായുടെ അടിവേരുകളിൽ നിന്ന് 4 നദികൾ പുറപ്പെടുന്നതും ഞാൻ കണ്ടു. നഹ്റാനി ഫിൽ ജന്ന വ നഹ്റാനി ഫിൽ അർള്. 2 നദികൾ സ്വർഗത്തിലേക്ക് ഒഴുകുന്നുണ്ട്, 2 നദികൾ ഭൂമിയിലേക്കും ഒഴുകുന്നുണ്ട്. അതാണ് അത്ഭുതം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകളാണിത്. സ്വഹീഹ് മുസ്ലിമുകളിലുണ്ട്, നമ്മുടെ സുനനുകളിലുണ്ട്, സുഹാഹകളിലുണ്ട്. സ്വർഗത്തിൽ നിന്നും സിദ്റത്തുൽ മുൻതഹായുടെ മുരടിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒഴുകുന്ന 2 ഭൂമിയിലേക്ക് ഒഴുകുന്ന 2 ഉണ്ട്. ഭൂമി എവിടെയാ കിടക്കുന്നത്? ആകാശലോകങ്ങൾ എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ പോലും സിദ്റത്തുൽ മുൻതഹ എന്ന അള്ളാഹുവിന്റെ സവിശേഷമായ ആ ഒരു വൃക്ഷവുമായി കണക്ഷനുള്ള 2 നദികൾ ഭൂമിയിൽ ഒഴുകുന്നുണ്ട്. ആ 2 നദികൾ ഏതൊക്കെയാണെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുന്നത്? അന്നീലു വൽ ഫുറാത്ത്. ഒന്ന് നൈൽ നദിയാണ്, മറ്റേത് യൂഫ്രട്ടീസ് നദിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൈബിയായ ഒരു വിവരമാണ്, അള്ളാഹു നൽകുന്ന വിവരമാണ്. നൈൽ നദിയുടെ ഉറവിടം അങ്ങ് ഉഗാണ്ടക്കടുത്തുള്ള വിക്ടോറിയ തടാകത്തിൽ നിന്നല്ലേ എന്ന് ചോദിക്കണ്ട. ആ തടാകത്തിന്റെ ഉള്ളിൽ ഈ നദിയുടെ വെള്ളം എവിടെ നിന്ന് നിർഗളിക്കുന്നുണ്ടോ അതിന്റെ നിർഗമന സ്ഥാനത്ത് അള്ളാഹുവിന്റെ സ്വർഗലോകവുമായതിന്റെ ബന്ധമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റില്ല. യൂഫ്രട്ടീസ് ഉണ്ട്, വൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദിയുണ്ട്. അത് ഇറാഖിലൂടെ ഒഴുകുന്ന നദിയല്ലേ യൂഫ്രട്ടീസും ടൈഗ്രീസും. യൂഫ്രട്ടീസ് പുണ്യ നദിയാണ്. യൂഫ്രട്ടീസിന്റെ ഉറവിടം അങ്ങകലെ ക്രൊയേഷ്യയുടെ മേൽഭാഗത്ത് തുർക്ക്മാനിസ്ഥാനിലേക്ക് പോകുന്ന വഴിയിൽ ഇറാനിന്റെ മേൽഭാഗത്ത് നിന്ന്. എന്നാൽ തന്നെയും ആ നദിയുടെ ഉറവിടത്തിന് സ്വർഗലോകവുമായി ബന്ധമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂഷികു അൻ തഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ ബാരലുകൾ, സ്വർണത്തിന്റെ പില്ലറുകൾ കിട്ടുമെന്നാണ്. സ്വർണത്തിന്റെ വലിയ തൂണുകൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കിട്ടുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈ യൂഫ്രട്ടീസ് നദി, അതിന്റെ ഉറവിടം സ്വർഗലോകത്തെ സിദ്റത്തുൽ മുൻതഹായുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആ നദി ഇന്ന് ഇറാഖിലൂടെ ഒഴുകുന്ന നദി. അവിടുന്ന് സ്വർണം കിട്ടുമെന്നാണ്. ഇനി വേഗം വിസട്ടൊന്നും ആലോചിക്കണ്ട. ആ സ്വർണം നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. സ്വർണ്ണം ഒന്ന് അങ്ങോട്ടേക്കോട്ടെ വിസാന്നല്ലേ, നമ്മളോട് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിങ്ങൾക്കത് വേണ്ട, അത് നിങ്ങൾക്ക് വേണ്ട. അത് എടുക്കാൻ വേണ്ടി തിക്കും തല്ലും തിരക്കും കൂടുന്ന ആളുകൾ വരാനുണ്ട്. അങ്ങനെ ലോകത്ത് സമ്പത്ത് ഒരുപാട് ക്രമാതീതമായി സമ്പത്തിന്റെ ഫ്ലോ, അതിന്റെ ഒഴുക്ക് സംഭവിക്കുമെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന നദിയാണ് ഫുറാത്ത് എന്ന് പറയുന്ന നദി. നൈലാണെങ്കിലോ അമ്പിയാക്കന്മാർ കുളിച്ചത് അവിടെയാണ്. അമ്പിയാക്കന്മാർ വുദു എടുത്ത ഒരുപാട് നബിമാർ വുദു ചെയ്ത് അംഗസ്നാനം ചെയ്ത നദിയാണ് നൈൽ. അവിടെയാണല്ലോ മൂസ നബി അലൈഹിസ്സലാമിനെ فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. മൂസ നബി അലൈഹിസ്സലാമിനെ ഒഴുക്കി വിട്ടത് ആ കുഞ്ഞായിരുന്ന സമയത്ത് ഓളങ്ങൾ ഏറ്റെടുത്തത് ഈ നൈൽ നദിയാണ്. ഇത് രണ്ടും സ്വർഗലോകവുമായി ബന്ധമുണ്ടെന്ന് മിഅ്റാജിന്റെ ചരിത്രം പറഞ്ഞപ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സറൈത മിൻ ഹറമിൻ
ലൈലൻ ഇലാ ഹറമി. നബിയേ, രണ്ട് ലോകങ്ങളുടെയും നേതാവായ നബിയേ, സമുദായങ്ങൾക്ക് മുഴുവനും നേതാവായ നബിയേ, ക്രിസ്തീയ മതത്തെയും ജൂതമതത്തെയും മറികടന്ന് ഇസ്ലാം മുമ്പിലെത്താൻ പോകുന്നുണ്ടെന്നാണ് മസ്ജിദുൽ അഖ്സായിൽ ഇമാമായി അങ്ങ് നിസ്കരിച്ചതിന്റെ അർത്ഥം അതാണ്. അങ്ങാണ് ലീഡർ, അങ്ങയുടെ പിറകിലാണ് ഈസ നബിയും മൂസ നബിയും. ഈസ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ വരവിൽ ഈസ നബി ഇവിടെ പ്രബോധനം ചെയ്യുന്നത് ഇഞ്ചീലല്ല, ഈസ നബി പഠിപ്പിക്കുന്നത് ബൈബിളല്ല. ഈസ നബി പഠിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനും അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസുമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അങ്ങാണല്ലോ അമ്പിയാക്കന്മാരുടെ ഇമാം, അങ്ങാണല്ലോ പ്രവാചകന്മാരുടെ ഇമാം, അങ്ങാണല്ലോ എല്ലാവർക്കും നേതാവ്. നിഗാഹേ ഇഷ്ക് മസ്തി മേ വഹി അവൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വാഹ വഹി യാസീൻ. ലോകത്തിന് നേതാവായി വരാൻ പോകുന്ന, ആകാശലോകം വരെ മുട്ടാൻ പോകുന്ന അള്ളാഹുവിനെ കണ്ണുകൊണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു നബി മാത്രം, മുഹമ്മദ് റസൂലുള്ളാഹ്. മൂസ നബി റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്, സ്വദായലൻ തറാനി സുൻകെ. മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ മറുപടി, ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല മൂസ നബിയെ. ലൻ ലിതഅബീദി, ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, ഈ ലോകത്ത് വെച്ചൊരിക്കലും സാധ്യമല്ല എന്ന്. ലൻ തറാനി, മൂസ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് ആ മറുപടി കൊടുത്ത റബ്ബാണ് നബിയെ. നിങ്ങൾ ഇങ്ങോട്ട് വരും നബിയെ, നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയാണ്. ആ ഹബീബിന്റെ പുണ്യമാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ നബി തങ്ങൾ ചെയ്ത യാത്രയുടെ ഈ മഹാത്ഭുതങ്ങൾ, അള്ളാഹു നബിയെ കൊടുത്ത, നബിക്ക് അലങ്കാരമായി ചാർത്തിക്കൊടുത്ത സ്ഥാനമാനങ്ങളല്ലോ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി. ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് അങ്ങ് പോയല്ലോ നബിയേ. وبت ترقى إلى أن نلت منزلة, അങ്ങ് ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടേ പോയല്ലോ നബിയേ. إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. ഒരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്, ഒരാൾക്കും മോഹിക്കാൻ സാധിക്കാത്ത സ്ഥാനത്തേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയേ. وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي. അങ്ങയെ അമ്പിയാക്കന്മാർ സ്വീകരിച്ചല്ലോ നബിയെ, അങ്ങയെ അനയിച്ചുവല്ലോ, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്തുവല്ലോ അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ മലാഖമാർ. وأنت تخترق السبع الطباق بهم في موكب كنت فيه صاحب العالمين. നബിയെ, അങ്ങ് ഏഴാകാശങ്ങളും കയറിപ്പോകുമ്പോൾ ആ യാത്രാ സംഘത്തിന്റെ അമീർ അങ്ങായിരുന്നുവല്ല നബിയെ. അങ്ങാണല്ലോ ആ യാത്രയുടെ അമീർ. അതിൽ അമ്പിയാക്കന്മാരുണ്ട്, അതിൽ പ്രവാചകന്മാരുണ്ട്, അതിൽ അള്ളാഹുവിന്റെ മാലാഖമാരുണ്ട്. ഹത്താ ഇദാ ലം തദ ശഅവൻ ലിമുസ്തബിഖിൻ മിനദ്ദുനൂവി വലാ മർഖാലി മുസ്തനിമി. ഇനി ഒരാൾക്കും കടന്നു പോവാൻ പറ്റാത്ത അത്രമേൽ ഉയരങ്ങളിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തിയ രാവാണല്ലോ മിഅ്റാജ്. അതുകൊണ്ടാണ് ഇഖ്ബാൽ പാടിയത്, ഈ രാത്രി നാളത്തെ പകലിന് സുജൂദ് ചെയ്യുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ ആകാശലോകത്തെ നക്ഷത്രങ്ങൾ ആനന്ദത്തുന്നിലരായി നൃത്തമാടിയ ഒരു രാവാണിത്. ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ലോകത്തുകൂടെയല്ലോ ആ തിരുനബി കടന്നുപോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്തറേ ശാം കി आती है फलक से आवाज, सजद करती है जिसे सहर वो है आज की रात. रहे एक गाम है हिम्मत के लिए अर्शे बरीन
कह रही है ये मुसलमान से मिഅറാജ് की रात. അതുകൊണ്ട് നിസ്കാരം മിഅറാജായി മാറട്ടെ. അല്ലാഹുവിലേക്കുള്ള യാത്രയാണ് നിസ്കാരം. മിഅറാജ് നബി പോയി വന്ന പോലെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി സലാം വീട്ടുമ്പോഴേക്കും നിസ്കാരത്തിലൂടെ അല്ലാഹുവിന്റെ സന്നിധാനം കണ്ടുവരുന്ന പോലെ അല്ലാഹുവിന്റെ മുമ്പിലാണ് ആ തക്ബീർ ചൊല്ലുന്നത്. അത്തഹിയാത്ത് ഇരിക്കുമ്പോൾ പറയുന്ന വാക്കതാണ്. അല്ലാഹുവിനെ കണ്ടപ്പോൾ നബി തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞ സലാമാണ് അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ ദിവസവും നമ്മൾ മിഅറാജ് ഓർക്കുന്നുണ്ട്. അത്തഹിയാത്തിനിരിക്കുമ്പോൾ അത്തഹിയാത്തു എല്ലാ തിരുമുൽ കാഴ്ചകളും الطيبات تحيات المباركات الصلوات طيبات لله. അല്ലാഹുവേ നിനക്കാണ് എല്ലാ തിരുമുൽ കാഴ്ചകളും എന്ന് പറഞ്ഞപ്പോ ആ സലാമിന് അല്ലാഹു പറഞ്ഞ മറുപടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ നബിയെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ടല്ലോ. അപ്പോൾ നബി നമ്മൾ മറന്നിട്ടില്ല. നബിയുടെ മറുപടി എന്താണ്? അല്ലാഹുവേ എനിക്ക് മാത്രം പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എനിക്കും നിന്റെ എല്ലാ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും നിന്റെ രക്ഷ വേണം അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നിബിതങ്ങൾ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ ഓരോ ദിവസവും അത്തഹിയാത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള മുനാജാത്താണ്, അല്ലാഹുമായുള്ള സംഭാഷണമാണ്. ഖൽബ് അല്ലാഹുവിലേക്ക് കൊടുത്ത് 5 നേരത്തെ നിസ്കാരം 50 വക്താക്കിയതിന്റെ യുക്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 5 കൂലി 50 നഷ്ടപ്പെടുത്തല്ലേ. അസ്വലാ അസ്വലാ അസ്വലാ. ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്ന അവസാനത്തെ പ്രഭാഷണത്തിലും നബിതങ്ങൾ പറഞ്ഞ വാക്കതാണ് നിസ്കാരം ഒഴിവാക്കല്ലേ, നിസ്കാരം ഒഴിവാക്കല്ലേ, നിസ്കാരം ഒഴിവാക്കല്ലേ. ഇത് അല്ലാഹുവിന് വേണ്ടി കൃത്യമായി മനസ്സാന്നിധ്യത്തോടുകൂടെ ചെയ്യുന്ന നിസ്കാരമാണെങ്കിൽ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നിങ്ങളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചാൽ നിങ്ങൾ വ്യഭിചരിക്കൂല, നിങ്ങൾ നാവുകൊണ്ട് അസഭ്യം പറയില്ല, നിങ്ങൾ തോന്നിവാസം ചിന്തിക്കുകയില്ല. നിസ്കാരം ഇതിൽ നിന്നൊക്കെ നിങ്ങൾ അകറ്റുമല്ലോ എന്ന് ഖുർആൻ പറഞ്ഞ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം അനാവശ്യമായതെല്ലാം നമ്മെ അകറ്റി നിർത്തുന്നതാണ്. നിസ്കാരം ശരിയായാൽ ജീവിതം ശരിയായി. ഇത് റബ്ബിനോടുള്ള മുനാജാത്താണ്. അന്ന് റജബ് 27 രാവിൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത മിഅറാജ് പോലെ തക്ബീർ ചൊല്ലി അല്ലാഹുവിന്റെ മുമ്പിൽ മനസ്സ് കൊടുത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വിഷമം അവതരിപ്പിച്ച് റബ്ബിന്റെ മുനാജാത്തിന്റെ ലദ്ദത്ത് ആനന്ദം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മൾ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നവരിൽ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. സംഭവിച്ചു പോയ നിസ്കാരത്തിലെ പിഴവുകൾ അല്ലാഹു പുറത്തു തരട്ടെ. ജീവിതത്തിലെ തെറ്റുകൾ അല്ലാഹു മാപ്പ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ